Good morning. Yesterday, last session, we covered acceptance of deposits. I hope you studied that definition of deposits. We studied about limits of deposits and the interest to be charged on deposits. What is an eligible company? What is a non-eligible company? And all. So today we will be starting at another chapter, charges, lesson 7, which is a very important topic. A little bit complicated, but we will make it very lightly. കുറച്ച് areas ഉണ്ട്, but അത് നമുക്ക് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോൾ പാർട്ട് എയിൽ നോക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ്, കുറച്ച് ലൈറ്റർ, അങ്ങനത്തെ ഒരു മെത്തേഡിലാണ് പോകുന്നത്. ഡിവിഡൻഡ്, പിന്നെ മെമ്പർഷിപ്പ്, പിന്നെ ഡെപ്പോസിറ്റ്, പിന്നെ ചാർജ്. സ്വയം നമുക്കൊരു ഒരു സൈക്കോളജിക്കൽ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് കൂടുതലും അങ്ങനെ പോകുന്നത്. ഈ ചാർജ് എന്ന് പറയുന്ന ചാപ്റ്റർ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ യു കൻ എക്സ്പെക്ട് മിനിമം 1 or 2 questions. പ്രിഫറബിളി എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ വരാം, ഡിപ്പെൻസ്. സോ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു വെയിറ്റേജ്. ഇത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് മാത്രമല്ല, ട്രെയിനിങ്ങിന് പോകുമ്പോഴും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ജോലിക്ക് പോകുമ്പോഴൊക്കെ ഈ ചാർജ് എന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറിയെ സംബന്ധിച്ചോളം വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതിൻ്റെ ഫോംസ് ആയാലും അങ്ങനത്തെ കാര്യങ്ങളായാലും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി സ്റ്റഡി ഇറ്റ് വെരി ഡീറ്റെയിൽ. എന്തായാലും ഇതൊരു പ്രൊഫഷണൽ പ്രോഗ്രാമിലില്ല ഇത്തരം കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ട്. സോ ഈ വാക്ക് ചാർജ് എന്ന് പറയുന്ന വാക്ക് ഒരു പ്രത്യേകതരം യുണീക്ക് ടേമാണ്. കാരണം കമ്പനി ലോയിൽ മാത്രം, കമ്പനി ജൂറിസ്പ്രുഡൻസിൽ മാത്രം യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ഈ ചാർജ് എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. പക്ഷേ ഈ ചാർജ് എന്ന് പറയുന്നത് ഒരു കമ്പനി ഈ ലോൺ ആവശ്യമുള്ളപ്പോൾ കമ്പനി സ്വാഭാവികമായിട്ടും ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നു, ധനകാര്യ സ്ഥാപനങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ എസ്പെഷ്യലി വലിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ 10 കോടി, 15 കോടി, 20 കോടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാങ്കേ ഉള്ളൂ ആശയം. എന്തായാലും വലിയ എമൗണ്ട് ഒരിക്കലും ബാങ്ക് പ്രതീക്ഷിക്കണം. 1000 കോടി, 2000 കോടി ഒന്നും ബാങ്ക് മേ ബി 50 crores, 100 crores, 120 crores. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ബാങ്കും ഈ പൈസ ഒരു സെക്യൂരിറ്റി ഇല്ലാതെ കൊടുക്കത്തില്ല. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ഹൗസിംഗ് ലോണിന് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വീടിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രമാണം, ടൈറ്റിൽ ഡീഡ് കൊടുത്താലേ ബാങ്ക് ലോൺ തരത്തുള്ളൂ. അതുപോലെ വെഹിക്കിൾ ലോൺ എടുക്കുമ്പോൾ ആ വെഹിക്കിളിൻ്റെ RC ബുക്ക് നമ്മൾ ബാങ്കിന് കൊടുത്താലേ ബാങ്ക് ലോൺ തരത്തുള്ളൂ. ഇതുപോലെ തന്നെ ഒരു കമ്പനി ലോൺ എടുക്കുമ്പോൾ, ക്രോർസ് ഓഫ് എമൗണ്ട് ലോൺ എടുക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്ക് ഒരു സെക്യൂരിറ്റി എക്സ്പെക്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾ കമ്പനിയുടെ ഫിക്സഡ് അസറ്റ്സോ അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് അസറ്റ്സോ സ്റ്റോക്കോ ഡെറ്റേഴ്സോ മൂവബിൾ അസറ്റോ ഇമ്മൂവബിൾ അസറ്റ്സോ നിങ്ങൾ ഓഫർ ചെയ്യുമ്പോഴാണ് ബാങ്ക് നിങ്ങളുടെ ലോണ്, ഈ കമ്പനിയുടെ ലോണ് പാസ്സാക്കുന്നത്. അത് എത്ര അസറ്റ് കൊടുക്കണമെന്നുള്ളത് ലോണിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിരിക്കും. പൊതുവേ ഒരു ബാങ്കിങ് പ്രിൻസിപ്പിളിൽ 200% ആണ് അവരുടെ ഒരു ജഡ്ജ്മെൻറ്റ്. അതായത് 1 കോടി ലോൺ എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ പൊതുവെ 2 കോടിയുടെ അസറ്റ് ചോദിക്കും സെക്യൂരിറ്റി ആയിട്ട്, എന്നാലേ അവർ പ്രോപ്പർലി സെക്യൂർഡ് ആവത്തുള്ളൂ. കാരണം നിങ്ങൾ എന്തെങ്കിലും ലോൺ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അസറ്റ് വിറ്റ് അതിൻ്റെ ഇൻട്രസ്റ്റും മറ്റുള്ള പലിശകളും ഒക്കെ എടുത്തിട്ട് ബാക്കി പൈസ നമുക്ക് തിരിച്ചു. അപ്പോൾ ഇങ്ങനെ കമ്പനിയുടെ അസറ്റ്സ് ഒരു ലോണ് സെക്യൂർ ചെയ്യാനായിട്ട് ബാങ്കുകൾക്ക് പ്ലഡ്ജായിട്ട്, മോർഗേജ് ആയിട്ട് കൊടുക്കുന്ന ഈ ഒരു ലീഗൽ സംവിധാനത്തിനെയാണ് നമ്മൾ കമ്പനി ലോയിൽ ചാർജിന് കൊടുക്കുക എന്ന് പറയുന്നത്. അഥവാ ആ അസറ്റിൽ ബാങ്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നു. ഈ ചാർജ് എന്ന് പറയുന്നതിൻ്റെ വേറൊരു വാക്കുകളാണ് ലീൻ എന്ന് പറയും. ഇല്ലേ, കേട്ടിട്ടില്ല നമ്മൾ? ലീൻ എന്ന് വെച്ചാൽ ഒരു റൈറ്റ് എക്സസൈസ് ചെയ്യും അതിൻ്റെ അകത്ത്. അപ്പോൾ ഒന്നുകൂടി പറയാം, when a company goes for a loan with a bank, to apply for a loan, the bank will expect a security for that. And if your company is giving you can give either immovable property
or even movable property as a security for that. And in that property, the bank will create a charge. The bank will create a lien or a right on it so that they are secured. ഇതിനെയാണ് നമ്മൾ ചാർജ് എന്നും ചാർജ് ക്രിയേഷൻ എന്നും നമ്മൾ പറയും. അപ്പോൾ ചാർജ് ക്രിയേറ്റ് ചെയ്യും നമ്മൾ, അതുപോലെ തന്നെ ചാർജ് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ മോഡിഫൈ ചെയ്യും. ലോണെല്ലാം അടച്ചു തീർക്കുമ്പോൾ ചാർജ് റിലീസ് ചെയ്യും. അതിനെ ചാർജ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്രിയേഷൻ, മോഡിഫിക്കേഷൻ, സാറ്റിസ്ഫാക്ഷൻ. സോ ഈ ചാർജ് എന്ന വാക്ക് കമ്പനി ലോയിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറ്. പൊതുവെ പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും തന്നെ നമ്മൾ സാധാരണ പ്ലഡ്ജിന് കൊടുക്കുക, മോഡ്ഗേജിന് കൊടുക്കുക, ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യുക. പക്ഷേ കമ്പനി ലോയിൽ വരുമ്പോൾ ഇതിന് പറയുന്ന വാക്കാണ് ചാർജ് എന്ന് പറയുന്നത്. സോ ചാർജ് ഇസ് എൻ യൂണിക് ടേം യൂസ്ഡ് ഇൻ ദ കമ്പനി ലോ പാർലൻസ്. വെൻ എ കമ്പനി ഓഫേഴ്സ് സെക്യൂരിറ്റി, offers its movable or immovable property as a security for securing a loan. അപ്പോൾ നമുക്കിവിടെ എന്താണ് നമ്മുടെ റിലവൻസ്? നമുക്ക് സി എസ്സുകാർക്ക് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു പ്രാക്ടിക്കലി ഇതിൻ്റെ റിലവൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൊടുക്കുന്ന അസറ്റ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അസറ്റ് ആണെന്ന് മറക്കരുത്. ബിക്കോസ് കമ്പനി ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മണി. ദ അസറ്റ്സ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്, കമ്പനിയുടെ അസറ്റ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അസറ്റാണ്, ഓണേഴ്സിൻ്റെ അസറ്റാണ്, ഉടമസ്ഥൻ്റെ അസറ്റാണ്. അപ്പോൾ ഇത് വല്ല ബാങ്കുകൾക്കും ചാർജിന് കൊടുക്കുമ്പോൾ 4 കൊല്ലത്ത് നിങ്ങൾ പൈസ അടച്ച് തീർത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ അസറ്റ് പോകും, ബാങ്ക് എടുത്തുകൊണ്ട് പോകും, ബാങ്ക് ഓപ്ഷൻ ചെയ്ത് വിൽക്കും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അസറ്റ് അന്യാധീനപ്പെട്ട് പോകും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു കമ്പനി ലോയുടെ റിസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പോസ് ചെയ്തിരിക്കുന്ന റിസ്ക്. സോ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് ചാർജ് ഇസ് ക്രിയേറ്റഡ് പ്രോപ്പർലി as per the procedures. This once a charge is created, it has to be registered with the Register of Companies ROC, because the charge is created on the shareholders assets. അത് മോഡിഫൈ ചെയ്യുമ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ROCയിൽ ഫോംസ് ഫയൽ ചെയ്യണം. അങ്ങനെ അതൊരു റെഗുലേറ്റഡ് എൻവറോൺമെൻറ്റിൽ മാത്രമേ ചാർജ് ക്രിയേറ്റ് ചെയ്യാനും ചാർജ് മോഡിഫൈ ചെയ്യാനും ചാർജ് സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റത്തുള്ളൂ. സോ ദിസ് ഈസ് ദ aspect where company secretaries play a role. India around, if you ask me, 70 to 80% of charge creation forms and modification satisfaction forms are filed with ROC with the certification of the company secretaries, practicing company secretaries. അതുപോലെ സെർച്ച് റിപ്പോർട്ട്, സ്റ്റാറ്റസ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെ കമ്പനികളിൽ ചാർജ് ഉണ്ട്, ഏതൊക്കെ അസറ്റ്സ് ആണ് ചാർജിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പൊതുവെ അറൗണ്ട് 75% ഇന്ത്യയിലുള്ള കമ്പനീസിലും കമ്പനി സെക്രട്ടറിമാരുടെ സർവീസാണത്. പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിമാരാണ് അതിൻ്റെ അത് കൂടുതലും ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കമ്പനി ഈ ലോ പഠിപ്പിക്കുമ്പോൾ പൊതുവെ CS എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന് ചാർജസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കുറച്ചുകൂടി റിലവൻ്റ് ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും. കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനി സെക്രട്ടറിയെ സംബന്ധിച്ചോളവും ചാർജ് ക്രിയേഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അവിടുത്തെ കമ്പനി ഹോൾഡിംഗ് കമ്പനി സെക്രട്ടറിയാണ്. സോ ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കുറച്ച് ഏരിയ ടെക്നിക്കലാണ്, ബട്ട് കമ്പാരിറ്റീവ്ലി എല്ലാ ക്ലാസ്സിലും പറയുന്നില്ല. പാർട്ട് എയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആകാംക്ഷയാണ്. കാരണം ഓരോ ചാപ്റ്ററും പുതിയ ഏരിയയാണ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത പുതിയ നോളജ് തരുന്നു എന്നുള്ളതാണ്. പാർട്ട് ബി ഒരു ലൂപ്പാണ്, അറിയാലോ, ഒന്നിന് കഴിഞ്ഞാൽ അത് ഏതിൻ്റെ കണ്ടിന്യൂഷനാണ്. ബട്ട് പാർട്ട് എ ഈസ് എ മോർ ഇന്നോവേറ്റീവ് ചാപ്റ്റേഴ്സ്. ഈച്ച് ആൻഡ് എവറി ചാപ്റ്റർ ഈസ് മോർ ഇന്നോവേറ്റീവ്. സോ യു ഹാവ് ടു സ്റ്റഡി ദിസ് വിത്ത് എ പാഷൻ. ഒരു ഇഷ്ടത്തോടു കൂടി പഠിക്കുക. So we will make it as simple as that. Okay. അപ്പോൾ ചാർജിൻ്റെ മീനിങ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. Charge is basically security given by the companies to the banks as a security to secure their loans. Okay. അപ്പോൾ ഇതിനെ കമ്പനീസ് ആക്ടിൽ തന്നെ ഡെഫിനിഷൻ ഉണ്ട്. സെക്ഷൻ 2 ക്ലോസ് 16 16. എല്ലാ പാർട്ട് എയിലെ ചാപ്റ്റേഴ്സിലും ഡെഫിനിഷൻ ഉണ്ട്. ലൈക്ക് ഡെപ്പോസിറ്റ്സ് എന്നല്ല നോക്കി, അതിൽ മെമ്പർഷിപ്പിലുണ്ട്, അല്ലേ, ഡിവിഡൻഡിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഒരു സെക്ഷൻ ഉണ്ട്. 2 ക്ലോസ് 16 defines the term charge as an interest or lien created on the property or assets of a company. ഒരു കമ്പനിയുടെ അസറ്റ്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു താല്പര്യം, ഒരു ഇൻട്രസ്റ്റ്, ഒരു 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 ഫിക്ഷൻ ഓഫ് ലോ ഓർ ലീൻ, ഒരു കൺട്രോൾ to or any undertaking of the company ultimately as a security എന്നാണ് പറഞ്ഞത്. ഒരു ലോണ് സെക്യൂർ ചെയ്യാനായിട്ട്, ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി, ഒരു ഉറപ്പിന് വേണ്ടി, ആൻഡ് ഇൻക്ലൂഡ്സ് എ മോർഗേജ്. അപ്പോൾ കുട്ടികളെ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻട്രസ്റ്റ് or a charge or the lien created on the properties of the company or undertaking of the company in order to secure, in order to offer as a security
obviously to the bank or the financial institution who are the lenders, and includes a mortgage. So it is a very 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 important pertinent definition. And ഞാൻ പറഞ്ഞു ചാർജ് എന്ന് പറയുന്ന വാക്ക് കമ്പനി ലോയിൽ മാത്രമേ നമ്മൾ ഇങ്ങനൊരു വാക്ക് ഇതേ കൺസെപ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ സിവിൽ ലോയിലും മറ്റൊക്കെ നമ്മൾ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യുക, പ്ലഡ്ജിന് കൊടുക്കുക, അതുപോലെ തന്നെ എന്താ പറയുക മോർഗേജ് ചെയ്യുക എന്നേ പറയാറുള്ളൂ. ബട്ട് ഹിയർ വി യൂസ് എ ടെക്നിക്കൽ വേർഡ് കോൾഡ് ചാർജ്. സോ ചാർജ് എന്ന് പറയുന്നത് ബാങ്കുകൾ നിങ്ങളുടെ കമ്പനിയുടെ അസറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലീനാണ് in order to secure their loan, and when you repay the loan in full, obviously the charge can be released and the property is free of charge. Section 2 clause 16. Any doubts you can stop and ask. Okay, ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ we don't want to. ഒരുപാട് കേസ് ലോസ് ഉണ്ട്, ആവശ്യമുള്ളതൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ട് we can mark along, but at the same time if it is more relevant we will discuss. So Companies Act 77 ആണ് ചാർജിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന സെക്ഷൻ 77. We will study it little bit later. അപ്പോൾ ചാർജ് ഞാൻ പറഞ്ഞു, ചാർജ് എന്ന് പറയുന്നതിനെക്കാട്ടും നമ്മളെ സംബന്ധിച്ചോളം ചാർജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സിൻ്റെ അസറ്റ്സിലാണ് നമ്മൾ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാ പ്രോപ്പർട്ടിയും ഷെയർ ഹോൾഡേഴ്സിനാണ് കമ്പനിയുടേത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രോപ്പർട്ടിയിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി വെൻ ദ കമ്പനി ഡസ് നോട്ട് റീപേ ദ ലോൺ, the assets will be sold by the company at open market or auction, sold by the bank as an auction, and ultimately the shareholders will lose their hard-earned money or the asset in which they had invested. So that is why we want all the charge creation, എല്ലാ ചാർജ് ക്രിയേഷനും രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നമ്മൾ പറയും ടൈം ലിമിറ്റ് പറയും. ആ ടൈം ലിമിറ്റിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യണം, അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യണം, മോഡിഫൈബിൾ രജിസ്റ്റർ ചെയ്യണം, അതുപോലെ തന്നെ അടച്ചു തീർത്ത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. സോ ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് വിച്ച് യു ഹാവ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്. ചാർജ് രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്ന സെക്ഷൻ 77 ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. എസെൻഷ്യൽസ് ഓഫ് ചാർജ്. അപ്പോൾ ചാർജിന്റെ ബേസിക് ആയിട്ടുള്ള എസെൻഷ്യൽസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി പാർട്ടീസ് ഓഫ് ദ ചാർജ്. ഒരു സൈഡ് കമ്പനി, മറ്റു സൈഡിൽ ബാങ്ക്. സോ ദർ ഇസ് ടു പാർട്ടീസ് ഇൻ എ ചാർജ്. One is obviously the company in whose property the charge is created. The other side is the lender of the company, that is bank or financial institution. So there must be at least two parties as far as a charge creation is concerned. Two is the subject matter. Early charge create ചെയ്യാൻ പറ്റത്തില്ല. So there should be a substance, either it will be a fixed assets of the company, or it will be a mobile assets of the company, or even intangible assets like patent, trademark, etc., etc. So the subject matter of charge is the asset of the company, which is identifiable asset, which is assets in the form of land, building, plant and machinery, which are fixed assets of the company one side, or it may be movable assets of the company like stock and trade, inventories, debtors of the company, or even intangible assets like patent, trademark, and copyright can also be subject matter of charge. So there should be a subject matter. So the first essentially is there should be at least two parties. One is the company and second is the bank. And second essential is the subject matter of the charge. And third one is there is an agreement. Obviously, whenever there is a loan, there will be a loan agreement upon which the entire terms and conditions stated about the loan amount, the interest, in which other properties the charge has been created, and EMI repayment schedule and all. Then all the details is there. So entire charge is it's a baby of an agreement basically. അപ്പോൾ ഒരു അഗ്രിമെന്റ് ഉണ്ട്, അഗ്രിമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ചാർജ് ക്രിയേഷനും ഈ പറയുന്ന ലോണും കാര്യങ്ങളും ഇരിക്കുന്നത്. സോ ഇഫ് യു ആസ്ക് ദിസ് ആർ ദ ത്രീ എസെൻഷ്യൽസ് ഓഫ് എ ചാർജ്. പാർട്ടീസ് ടു ദ ചാർജ്. Second one is there should be a subject matter, there should be an asset basically in which the charge is created. And മൂന്നാമത് there should be an agreement between both the parties, and the agreement is the motherboard of charge creation. Every details of the loan and of course the terms and conditions of the loan is stated in the agreement. Okay, so ഈ അഗ്രിമെന്റ് ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാർജ് ഡോക്യുമെന്റ്സ് ഒക്കെ ഫയൽ ചെയ്യുന്നത്. Now very important aspect is the types of charge, the kind of charge. So ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ പാർട്ട് അങ്ങനെ പാരിപ്പസോ അത് വലിയ ആവശ്യമില്ല. ദ ബേസിക്സ് ഓഫ് നേച്ചർ ഓഫ് ചാർജ് ഈസ് ഡിവൈഡ് ഇൻടു ടു. വൺ ഈസ് ഫിക്സഡ് ചാർജ്
and second one is floating charge. So ഇവിടെ നിന്നൊരു ചോദ്യം വരും. So next 10 minutes be very attentive, very important aspect. See, fixed charge and floating charge, these are the basic two types of charges. ഇത് നമ്മൾ രണ്ട് ആംഗിളിലാണ് നമ്മളിത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. First angle is, whenever the company gives its fixed assets as charge, like land and machinery or building, so it is the charge created on the fixed assets of the company, then that charge will be called as a fixed charge. കമ്പനിയുടെ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിൽ, അതായത് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി പോലത്തെ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള അസറ്റ്സിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഫിക്സഡ് ചാർജ് എന്ന് പറയും. സോ ദിസ് ഈസ് വൺ ആംഗിൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ. Second angle of interpretation about fixed charge is very important as a professional students is ഈ ഫിക്സഡ് ചാർജിന്റെ പ്രത്യേകത, ഈ ചാർജ് ആ പ്രോപ്പർട്ടിയിൽ ഫിക്സ്ഡ് ആയിരിക്കും. സോ the company cannot use this property or the asset without the permission of the bank, and you cannot sell this property because this property is given as a security to the bank, and if you want to sell this property or alienate this property, you have to take the approval of the bank. അതായത് ഈ ചാർജ് ഈ അസറ്റിൽ ഫിക്സ്ഡ് ആയിരിക്കുക. അങ്ങനെയും ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. സോ ഫിക്സഡ് ചാർജ് എന്ന് വിളിക്കാൻ കാര്യം, ഒന്ന് ഫിക്സഡ് അസറ്റ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ചാർജ് ആയതുകൊണ്ടാണ് usually we call that as a fixed charge. That is one angle of interpretation. And the second angle of interpretation, my dear students, is this charge is fixed on this property. So you cannot use this property without the permission of the bank or the charge holder. And you cannot obviously sell this property. And if you want to sell this property, you want to take the permission of the bank or financial institution. Obviously they will not give the permission. Okay, obviously. So these are two interpretations. Now we will see what is a floating charge. Floating charge is a charge created on the floating assets of the company, which will change its form. രൂപം മാറിക്കൊണ്ടിരിക്കുന്ന മൂവബിൾ ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള അസറ്റ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ചാർജിനെയാണ് കുട്ടികളെ നമ്മൾ ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇൻവെന്ററി. ഇൻവെന്ററി ആദ്യം റോ മെറ്റീരിയൽ ആയിരിക്കും, പിന്നെ അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആവും, പിന്നെ അത് ഫിക്സഡ് അസറ്റ്സ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവും, പിന്നെ അത് സെയിൽസ് ആവും, പിന്നെ അത് ഡെറ്റേഴ്സ് ആവും, പിന്നെ അത് ക്യാഷ് ആവും, പിന്നെ എഗെയിൻ അത് റോ മെറ്റീരിയൽ ആവും, എഗെയിൻ അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആവും. കണ്ടില്ലേ, ഇതിങ്ങനെ രൂപസാദൃശ്യം മാറിക്കൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് എ ഫ്ലോട്ടിംഗ് അസറ്റ് ഈസ് എൻ അസറ്റ് which is movable in nature, which is not identifiable in nature, which will change its form. അല്ലേ, ബിസിനസ് സൈക്കിൾ കേട്ടിട്ടില്ലേ? പ്രൊഡക്ഷൻ സൈക്കിൾ റോ മെറ്റീരിയൽ ആവുന്നു, അത് റോ മെറ്റീരിയൽ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ യൂസ് ചെയ്യുമ്പോൾ WIP ആവുന്നു, WIP കുറച്ച് കഴിഞ്ഞ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നു, അത് പിന്നെ സെയിൽസ് ആവുന്നു, പിന്നെ ഡെറ്റേഴ്സ് ആവുന്നു. ഇതിലേത് മാറിക്കൊണ്ടിരിക്കുമ്പോഴെങ്കിലും അവിടെ ചാർജ് ക്രിയേറ്റ് ചെയ്യാം. So I would appreciate the students to understand floating charge is a charge which is floating in nature or movable in nature. This is again one angle of interpretation of floating charge. Now what is the second angle? Floating charge inde pratyekada, രണ്ടാമത്തെ ആംഗിൾ ഇന്റർപ്രിട്ടേഷൻ is very important, my dear students. Floating charge is essentially എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതാണ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ചാർജ് അതിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കത്തേ ഉള്ളൂ, മെതന്ന് നടക്കത്തേ ഉള്ളൂ. ഇത് ഫിക്സ്ഡ് അല്ല. അതിനർത്ഥം ഈ പറയുന്ന ഫ്ലോട്ടിംഗ് ചാർജിന് വിധേയമായിട്ടുള്ള ഫ്ലോട്ടിംഗ് അസറ്റ്സ് നിങ്ങളുടെ കമ്പനിയിലെ പ്രൊഡക്ഷനിൽ നിങ്ങൾക്ക് സുഗമമായിട്ട് യൂസ് ചെയ്യാം. ബാങ്കിന്റെ പെർമിഷൻ വേണ്ട. റോ മെറ്റീരിയൽ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നു, അത് മാറുന്നു WIP ആവുന്നു, അത് മാറുന്നു ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നു, അത് മാറുന്നു സെയിൽസ് ആവുന്നു, ഡെറ്റേഴ്സ് ആവുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അതിന്റെ മുകളിൽ എന്തുണ്ട്? ഒരു ചാർജ് ഉണ്ടെന്ന് മറക്കരുത്.
സോ ഫ്ലോട്ടിംഗ് ചാർജ് ഇസ് ഡോർമെന്റ്, ഉറങ്ങിക്കിടക്കും, അറിയത്ത് പോലും ഇല്ല, അതിന്റെ മുകളിൽ ഇങ്ങനെ മതന്ന് കിടക്കത്തേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഫിക്സ്ഡ്. സോ സൗമ്യ, കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഫിക്സഡ് ചാർജ് ആണോ നല്ലത്, ഫ്ലോട്ടിംഗ് ചാർജ് ആണോ നല്ലത്? ഫ്ലോട്ടിംഗ് ചാർജ്. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ഈ പ്രോപ്പർട്ടി നമ്മളെ ബിസിനസിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷനിൽ സുഖമായിട്ട് യൂസ് ചെയ്ത് പോവാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും രസം. പക്ഷെ ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഫിക്സഡ് ചാർജ് ആണ് അല്ലേ? അപ്പൊ ഈ ബാങ്ക് പൊതുവെ, മേ ബി ഞാൻ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ ചോദിക്കും, ബാങ്ക് പൊതുവെ എങ്ങനെയാണ് അപ്പൊ ഇത് അപ്രോച്ച് ചോദിച്ചത്? ബേസിക്കലി ബാങ്കുകൾ ഇതിന്റെ ഒരു കോമ്പിനേഷനാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു 60-70% ഫിക്സഡ് അസറ്റ്സും, അതായത് ഫിക്സഡ് ചാർജ്, ബാക്കിയുള്ള 30% ഫ്ലോട്ടിങ്. അപ്പോൾ ബാങ്കിന്റെ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു കിട്ടും. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ഫിക്സഡ് ചാർജും ഫ്ലോട്ടിംഗ് ചാർജും പൊതുവെ കുട്ടികൾ പഠിക്കുന്നത്, ചില ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ചില ആൾക്കാർ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ മനസ്സിലാക്കി ഫിക്സഡ് ചാർജ് ക്രിയേറ്റ് ചെയ്താൽ ഫിക്സഡ് ചാർജ്, ഫ്ലോട്ടിംഗ് ചാർജ് അസറ്റ്സിൽ ക്രിയേറ്റ് ചെയ്താൽ ഫ്ലോട്ടിംഗ് ചാർജ്. ദിസ് ഈസ് വൺ ആംഗിൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ. അത് ആ വാക്കിൽ തന്നെ ഉണ്ട്. പക്ഷെ അതല്ല അവിടുത്തെ ലീഗൽ ഇമ്പോർട്ടൻസ്. ലീഗൽ ഇമ്പോർട്ടൻസ് എന്താണ്? ഫിക്സഡ് ചാർജ് അസറ്റ്സിൽ ഫിക്സ്ഡ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യണമെങ്കിലും വിൽക്കണമെങ്കിലും എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ബാങ്കിന്റെ പെർമിഷൻ എടുക്കണം. ഫ്ലോട്ടിംഗ് ചാർജ് അതിന്റെ മുകളിൽ മേന്ന് കിടക്കത്തേ ഉള്ളൂ, അത് ഡോർമെന്റ് ആണ്, ഉറങ്ങിക്കിടക്കത്തേ ഉള്ളൂ, അതിൽ ഫിക്സ്ഡ് അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി സോൾട്ട് യൂസ് ചെയ്യാം. ഈവൻ ആ പ്രോപ്പർട്ടി വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യാം. വിറ്റാലും കുഴപ്പമില്ല, ക്യാഷ് ആവും. ക്യാഷ് ആയാൽ പിന്നെ നിങ്ങൾ വീണ്ടും സാധനങ്ങൾ മേടിക്കും. സാധനങ്ങളായാൽ വീണ്ടും WIP ആവും. WIP ആയാൽ വീണ്ടും സെയിൽസ് അടക്കും. ഇല്ല, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു ലീഗൽ ഫിക്ഷൻ അതിന്റെ മുകളിൽ മതന്ന് കിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? So this is very, very, very interesting and innovative. Now we are going to look into the real surprise of this provision. നിങ്ങൾ ഫ്ലോട്ടിംഗ് ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സമയമായിട്ട് ആ ബാങ്കിന്റെ ലോണ് കറക്റ്റായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ, ആ ബാങ്കിന്റെ ലോണ് നിങ്ങൾ സമയത്തിന് സർവീസ് ചെയ്തില്ലെങ്കിൽ, പ്രിൻസിപ്പൽ എമൗണ്ടോ ഇൻട്രസ്റ്റ് എമൗണ്ടോ നിങ്ങൾ റെഗുലറായിട്ട് ഡീഫോൾട്ട് വരുത്തിയാൽ, ഈ ഫ്ലോട്ടിംഗ് ചാർജിന്റെ നേച്ചർ മാറി അത് ആ പ്രോപ്പർട്ടിയിൽ ഫിക്സ്ഡ് ആവും. പിന്നെ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ പെർമിഷൻ എടുക്കണം. സോ ദ വെരി ഫ്ലോട്ടിംഗ് ചാർജ് will now be the nature of a fixed charge if the company does not repay the principal or interest amount or makes a default of the loan agreement, or the company stops its business, or company goes into liquidation, or I don't want to use the word liquidation, company stops its business. അപ്പോൾ കമ്പനി ബിസിനസ് നിർത്തുമ്പോഴോ ലോണ് സമയത്തിന് അടച്ചു തീർത്തില്ലെങ്കിലോ അത്തരം പ്രതിസന്ധി സിറ്റുവേഷൻ വരുമ്പോൾ ഈ പറയുന്ന ഫ്ലോട്ടിംഗ് ചാർജിന്റെ നേച്ചർ എന്തായി മാറും കുട്ടികളെ? മതന്ന് കടന്ന ചാർജ് എന്താവും? ഫിക്സ്ഡ് ആവും. Now the same floating charge will take the nature of a fixed charge, and thereafter if you want to use this property, if you want to sell these floating assets, then you have to take the approval of the bank. And this transition, ഈ മാറ്റം, ഈ ഫിക്സഡ് ചാർജ് നേച്ചറുള്ള ചാർജ്, ഫ്ലോട്ടിംഗ് ചാർജ് നേച്ചറുള്ള ചാർജ് ഫിക്സഡ് ചാർജ് ആയിട്ട് മാറുന്നതിനെയാണ്, ഈ അത്ഭുതത്തിനെയാണ് കുട്ടികളെ നമ്മൾ ക്രിസ്റ്റലൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയും. എന്താണ് ക്രിസ്റ്റലൈസേഷൻ ഓഫ് ചാർജ്? ചാർജ് crystallizes, it changes from the nature of a floating charge to a fixed charge. So this is very, very important. Okay, I think it's clear now. Now, ഇതേ കാര്യം തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് പുട്ട് ഇറ്റ്, നമ്മൾ പഠിച്ചതിനെക്കാട്ടിൽ ഒരു കുറച്ച് ലൈറ്റർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. വി എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ എ വെരി വെരി ഡീറ്റെയിൽഡ് വേ. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് ഫിക്സഡ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് പ്രോപ്പർട്ടി, മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡോർമെന്റ് ആയിരിക്കും, പക്ഷെ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ മാത്രമേ അത് എന്താവത്തുള്ളൂ, ക്രിസ്റ്റലൈസ് ആവത്തുള്ളൂ. ഫിക്സഡ് ചാർജ് വന്നിട്ട് അസർട്ടൈൻ ഡെഫിനിറ്റ് പ്രോപ്പർട്ടിയാണ്. ഫ്ലോട്ടിംഗ് ചാർജ് വന്നിട്ട് വേരിയബിൾ പ്രോപ്പർട്ടി, രൂപം മാറിക്കൊണ്ടിരിക്കും. ഇത് വന്നിട്ട് ക്രിയേറ്റഡ് ഓൺ ഫിക്സഡ് അസറ്റ്സ്, ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി. ഇത് ക്രിയേറ്റഡ് ഇൻ ബേസിക്കലി ഫ്ലോട്ടിംഗ് അസറ്റ്സ് ലൈക്ക് ഡെറ്റേഴ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഞാൻ പഠിപ്പിച്ചതുപോലെ. അപ്പോൾ അത് അത്രയും പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് പറഞ്ഞു ഡിസ്പോസിങ് ഓഫ് ദ അസറ്റ്. ഫിക്സഡ് അസറ്റ്സ് ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല, ബാങ്കിന്റെ പെർമിഷനാണ്. മറ്റത് അങ്ങനല്ല, അത് എന്ത് വേണം, നിങ്ങൾ എന്ത് വേണം ആ പ്രോപ്പർട്ടി കൊണ്ട് ചെയ്യാം.
പ്രോപ്പർട്ടി മീൻസ് ഫ്ലോട്ടിംഗ് അസറ്റ്സ് കൊണ്ട് എന്ത് വേണം ചെയ്യാം, പ്രൊവൈഡഡ് ദർ ഇസ് നോ ക്രിസ്റ്റലൈസേഷൻ. ഇത് ക്ലിയർ ആയോ? ക്രിസ്റ്റലൈസേഷൻ കൺസെപ്റ്റ് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഈ ഒരു നേച്ചറിൽ വേണം ചാർജ് മനസ്സിലാക്കാനായിട്ട്. അല്ലാതെ ഫിക്സഡ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഫിക്സഡ് അസറ്റ് ഫ്ലോട്ടിംഗ് ചാർജ് അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. പക്ഷേ ഈ രണ്ടാമത്തെ ഈ ഫിക്സ് ചെയ്യുന്നതും ഫ്ലോട്ട് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ ഇമ്പോർട്ടൻറ്റ്. ഫിക്സഡ് ചാർജ് ഫിക്സ്ഡ് ആണ്, ഫ്ലോട്ടിംഗ് ചാർജ് വേർതിരിക്കും. പക്ഷെ ഫ്ലോട്ടിംഗ് ചാർജിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വേരി ചെയ്യോ, ലോൺ തിരിച്ചടച്ച് ഡിഫോൾട്ട് വരുത്തിയോ, കമ്പനി ബിസിനസ് നിർത്തിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ ഫ്ലോട്ടിംഗ് ചാർജ് ഫിക്സഡ് ചാർജിന്റെ നേച്ചർ ആവും. ദെൻ ദാറ്റ് വിൽ ടേക്ക് ദ നേച്ചർ ഓഫ് എ ഫിക്സഡ് ചാർജ് ആൻഡ് ദാറ്റ് ട്രാൻസിഷൻ ഈസ് കോൾഡ് as crystallization of charge. So it's a high flammable area. ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈസേഷൻ. ഇവിടെ ഉണ്ട്. A floating charge is a security, that is a mortgage, etc. That an underlying asset, a group of assets which is subject to change in quality and value. It is security interest over a fund, etc. നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. A floating charge attaches to the company's property generally and remains dormant എന്ന് പറഞ്ഞത് ഉറങ്ങിക്കിടക്കും till it crystallizes or become fixed. The company has a right to carry on the business, etc., etc. Now, this is very important. What are the circumstances in which the charge becomes crystallized? One number, cessation of business. കമ്പനി സ്റ്റോപ്പ് ചെയ്ത് എന്താർത്ഥം? കമ്പനിന് പൈസ തിരിച്ചടക്കത്തില്ല എന്നർത്ഥം. കമ്പനിക്ക് പൈസ ഇല്ല, കമ്പനി പ്രതിസന്ധി സിറ്റുവേഷൻ ആണ്. അപ്പൊ ബാങ്ക് ആ ചാർജ് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും, ഫ്ലോട്ടിംഗ് എന്ന് മാറി ഫിക്സഡ് ആവും. അപ്പൊ ബിസിനസ് സീസ് ചെയ്യുമ്പോഴോ, ഗോയിങ് കൺസേണിനെ ബാധിക്കുമ്പോഴോ, വൈൻഡിങ് അപ്പിലോട്ട് പോകുമ്പോഴോ അത് ഇങ്ങനെ സംഭവിക്കും. രണ്ട് ഡിബഞ്ചറിന്റെ കേസിൽ മാത്രം ഡിബഞ്ചർ ഹോൾഡർ ഇന്റർവ്യൂൻ ചെയ്യുമ്പോൾ റിസീവറിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ, ഡിബഞ്ചറിന്റെ കേസിൽ അങ്ങനെയാണ്. റിസീവറിനോ ട്രസ്റ്റീസോ ഇടപെടുമ്പോൾ ഈ ചാർജ് സ്റ്റോപ്പ് ആവും. അടുത്ത് അല്ലെങ്കിൽ ഡീഡിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യം വരുമ്പോൾ ഇതിനായിട്ട് നല്ലത്, അവിടെ വേണമെങ്കിൽ എഴുതി വയ്ക്കുക, ഇതിനായിട്ട് നല്ലത് വെൻ ദ കമ്പനി മേക്സ് എ ഡീഫോൾട്ട് ഇൻ റീപേയ്മെന്റ് ഓഫ്. അത് എടുത്ത് പറഞ്ഞിട്ടില്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് മറക്കരുത്, അവിടെ കുറിച്ച് വയ്ക്കുക. എന്താണ് ഇതൊക്കെ ശരിയാണ്. ബിസിനസ് നടത്തുമ്പോൾ, വൈൻഡിങ് കമ്പനി പോകുമ്പോൾ, ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ കേസിൽ ട്രസ്റ്റീസ് ഇടപെടുമ്പോഴോ, അല്ലെങ്കിൽ റിസീവറിനെ അപ്പോയിന്റ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഡി പറഞ്ഞ സാഹചര്യം ഉള്ളപ്പോഴോ അതെല്ലാം കറക്റ്റാണ്, സമ്മതിച്ചു. പക്ഷേ അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ചോളം ഇതൊന്നും സംഭവിച്ചതിൽ കാര്യമൊന്നുമില്ല. ബാങ്കിനെ സംബന്ധിച്ചോളം എന്ത് പറ്റുന്നു കുട്ടികളെ? നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഈ കമ്പനി പ്രിൻസിപ്പൽ എമൗണ്ടോ ഇൻട്രസ്റ്റ് എമൗണ്ടോ കൊടുക്കാതെ ഡീഫോൾട്ട് വരുത്തുമ്പോൾ ഈ ചാർജ് ഫിക്സ്ഡ് ആവും. അതിന് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയും. ആ പോയിന്റ് ഇവിടെ എടുത്തെഴുതിയിട്ടില്ല, അതും കൂടെ എഴുതുക. ക്ലിയർ? എനി ഡൗട്ട്സ്? ക്ലിയർ അല്ലേ സൗമ്യ? ക്ലിയർ? യെസ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ. ആൻഡ് ഇനി നമ്മൾ കുറച്ച് ഫയലിങ്സും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ചാർജിലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം ഈ ക്രിസ്റ്റലൈസേഷൻ ഓഫ് ചാർജാണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ചാർജാണ്. എപ്പോൾ ക്രിസ്റ്റലൈസ് ആവും? ഈ 3 പോയിന്റ് പ്ലസ് ഞാൻ പറഞ്ഞ പോയിന്റ്, വെൻ ദ കമ്പനി makes a default in repayment of loan, that is very important. So please make sure that you study this. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാർട്ട് ടൈം പഠിപ്പിക്കുമ്പോൾ എല്ലാ ബാച്ചിലും എല്ലാ സെഷൻസിലും പറയാറുണ്ട്, മറ്റേ ബാച്ചിലും പറയണം, അന്നു പഠിക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം പഠിക്കുക. ദാറ്റ് മീൻസ് വിത്തിൻ 24 hours you have to study it. സോ ഒരിക്കൽ പഠിച്ചാൽ മതി. പിന്നെ when you go to revision, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുള്ള പ്രിപ്പറേഷൻ തന്നെ it will catch you marks. Okay. യെസ്, ആവശ്യമുള്ള കേസൊക്കെ ഞാൻ പറയാം. ആവശ്യമുള്ളത് ദിസ് കേസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മട്ടൂരി റാവു versus Pendyala AR 1970, ആന്ധ്രാപ്രദേശ് 225 is a good case. ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, in this case it was held that the floating charge crystallizes, it becomes fixed. ഈ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫ്ലോട്ടിംഗ് ചാർജ് ഫിക്സഡ് ചാർജ് ആയിട്ട് മാറുന്നു. അതിന്റെ നേച്ചർ മാറുന്നു, രൂപം മാറുന്നു, അതിന്റെ സ്വഭാവം മാറുന്നു, അതിന്റെ ബിഹേവിയർ മാറുന്നു. ഫ്ലോട്ടിംഗ് ചാർജ് തന്നെ ഫിക്സഡ് ചാർജിന്റെ ഫീച്ചറിലോട്ട് അല്ലെങ്കിൽ ലീഗൽ ഫിക്ഷനിലോട്ട് മാറുന്നതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന കേസ് ലോ ആണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ സെക്ഷൻ ഒന്നുമില്ലല്ലോ ക്രിസ്റ്റലൈസേഷൻ. അപ്പോൾ യു ക്യാൻ സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് എ കേസ് ലോ. മട്ടൂരി റാവു versus Pendyala AR, All India Reporter, year 1970, Andhra Pradesh High Court case, page number 225. Okay. Yes. Effect of crystallization പറഞ്ഞു. We already discussed that it will become a charge. And this case is also good. A floating charge is ambulatory and shifting its nature, hovering over. നമ്മൾ മലയാളത്തിൽ പറഞ്ഞില്ല, മെതന്ന് കിടക്കുമെന്ന് സാറ് പറഞ്ഞില്ല, അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക, ഹോവറിങ് ഓവർ. ആൻഡ് ടു സ്പീക്ക് ഫ്ലോട്ടിങ് വിത്ത് ദ പ്രോപ്പർട്ടി മൂവ് ചെയ്യുമ്പോഴും അതിന്റെ മുകളിൽ ഇങ്ങനെ ഇത് മതന്ന് പോകും.
ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ അഫക്ട് അണ്ടിൽ സം ഇവന്റ് അക്കേഴ്സ്. കണ്ടില്ല, അത് അറ്റാച്ച് ആവുന്ന എപ്പോഴാണ്? എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം. ലോൺ തിരിച്ചടയ്ക്കാതിരിക്കുക, കമ്പനി ബിസിനസ് നിർത്തുക, കമ്പനി വൈൻഡിങ് അപ്പിലോട്ട് പോവുക, അത്തരം കാര്യങ്ങളിൽ മാത്രമേ അത് ഉണ്ടെന്ന് പോലും നമുക്കറിയാം, ഇങ്ങനെ ഒരു ചാർജ് ഉള്ളത് പോലും നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതുവരെ ഇത് ഉറങ്ങിക്കിടക്കും, ഹോവർ ചെയ്ത് മെതന്ന് നമ്മളതിന് മോള് വഴിയെ ഇങ്ങനെ ഒരു ഇതായിട്ട് നടക്കത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒന്നുകൂടി എംഫസൈസ് ചെയ്തിരിക്കുന്ന ഒരു ബ്രിട്ടീഷ് കേസാണ് ഇലിംഗ്വർത്ത് അനദർ വേഴ്സസ് ഹോൾഡ്വർത്ത് അനദർ 1904. വളരെ പഴയ കേസുണ്ട്, 1904. അത് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട്. ഇവിടെ ഒരു ഇതുണ്ട്, കണ്ടില്ല, ഇറ്റ് ഈസ് എസൻസ്. ഇതും ഒരു നമ്മൾ കോട്ട് ചെയ്യുന്നൊരു ഇതാണ്. തൊട്ടുമ്പത്തെ കേസുണ്ട്, ഇറ്റ് ഈസ്, അതിൽ ലൈൻ ഉണ്ടോ, ഇറ്റ് ഈസ് ദ എസൻസ് ഓഫ് എ ചാർജ് ദാറ്റ് ഇറ്റ് റിമെയിൻസ് ഡോർമെന്റ്. ഈ വാക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് അല്ലേ, ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കും. ഇറ്റ് ഈസ് ദ എസൻസ് ഓഫ് ചാർജ് ദാറ്റ് ഇറ്റ് റിമെയിൻസ് ഡോർമെന്റ് അണ്ടിൽ സംതിങ് ഹാപ്പൻസ്, until the going concern is affected, until there is some charge holder intervenes. അതെന്നുള്ളൊരു കേസാണ് ഗവൺമെന്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി വേഴ്സസ് മാനില കോർപ്പറേഷൻ 1897. That case also you can quote. ഈ ലൈൻ കൊള്ളാം. It is the essence of a floating charge that the floating charge will become dormant until the charge holder intervenes or until the going concern is affected. കമ്പനിയുടെ നിലനിൽപ്പ് ബാധിക്കുമ്പോൾ, അതിനർത്ഥം കമ്പനി പൈസ അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ, അതിനർത്ഥം കമ്പനിക്ക് മര്യാദയ്ക്കുള്ള രീതിയിൽ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത വരുന്ന അവസ്ഥയിൽ ആ ചാർജിന്റെ രൂപസാദൃശ്യം മാറുകയും ആ ചാർജിന്റെ ലീഗൽ എഫക്റ്റ് മാറുകയും ഫ്ലോട്ടിംഗ് ചാർജിൽ നിന്നും ഫിക്സഡ് ചാർജ് മാറും എന്നുള്ളത് എടുത്ത് വീണ്ടും പറഞ്ഞിരിക്കുന്ന കേസാണ് ഗവൺമെന്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി വേഴ്സസ് മാനില റെയിൽവേ കമ്പനി ലിമിറ്റഡ്. 3 കേസുകൾ പറഞ്ഞു. മട്ടൂരി ലവ് വേഴ്സസ് പെൻറ്റ്യാല, ഇലിംഗ്വർത്ത് വേഴ്സസ് ഹോൾഡ്വർത്ത് എന്ന കേസും, അതുപോലെ തന്നെ ഗവൺമെന്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി വേഴ്സസ് മാനില റെയിൽവേ കമ്പനി. ഈ 3 കേസസ് നിങ്ങൾക്ക് സബ്സ്റ്റാൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഏരിയയിൽ എന്തായാലും ചോദ്യം വരും. അതുകൊണ്ട് 2-3 കേസസ് സപ്പോർട്ട് ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ക്രിസ്റ്റലൈസേഷനെ കുറിച്ചോ ഫ്ലോട്ടിംഗ് ചാർജിനെ കുറിച്ചോ പ്രത്യേകിച്ച് സെക്ഷൻ ഇല്ലാത്തത് കൊണ്ട് കുട്ടികളെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ യു ക്യാൻ സപ്പോർട്ട് യു ദ ആൻസർ വിത്ത് സം കേസ് ലോസ്. I hope it is clear, അല്ലേ? Okay. Now, okay, ഇതൊക്കെ ജസ്റ്റ് റീഡ് ഇട്ട് വെച്ചാൽ മോർഗേജ് ചാർജ് ജസ്റ്റ് കുഡ് റീഡ്. ആക്ച്വലി ചാർജ് ഇൻക്ലൂഡ്സ് എ മോർഗേജ് എന്നാണ് 2 clause 16 ഡെഫിനിഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് അത്രത്തോളം എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫറൻസിൽ ആവശ്യമില്ല. ആസ് ഫാർ എസ് പഠിത്തത്തിനെ സംബന്ധിച്ചോളം യു ക്യാൻ പുട്ട് എ റീഡ്. നമ്മളത് ഒരു റീഡ് ഇട്ടൊന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഒരു 3 പോയിന്റ് റീഡ് വയ്ക്കുക. മോർഗേജ് TP ആക്ടിലാണ് വരുന്നത്, ഇവിടെ വന്നിട്ട് കമ്പനീസ് ആക്ടിലാണ് വരുന്നത്. TP ആക്ടിൽ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്, ഇവിടെയും ചില കാര്യങ്ങൾക്ക് രജിസ്ട്രേഷൻ ആവശ്യമാണ്. അത് സെയിം തിങ്, ബട്ട് അത്ര ഒരു നല്ലൊരു ഡിസ്റ്റിങ്ഷൻ അല്ല എഴുതിയിരിക്കുന്നത്. സോ പ്ലീസ് പുട്ട് എ റീഡ്. മോർഗേജസ് ആക്ട് ഓഫ് പാർട്ടി ബട്ട് ചാർജസ് ആക്ട് ഓഫ് ലോ. ചാർജ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് നിയമപരമായ കാര്യമാണ്. മോർഗേജ് വന്നിട്ട് ആക്ട് ഓഫ് പാർട്ടീസ് ആണെന്ന് പറയുന്നുണ്ട്. സോ യു ക്യാൻ പ്ലീസ് പുട്ട് എ റീഡ്. ഐ തിങ്ക് വിൽ മൂവ് ടു ദ മെയിൻ ഏരിയ. ഓക്കെ, ഒന്നും ആവശ്യമില്ല. യെസ്, നൗ വി മൂവ് ടു ദ നെക്സ്റ്റ് ഏരിയ അണ്ടർ കമ്പനീസ് ആക്ട്. സോ ഇപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പഠിച്ചത്. ഒന്ന്, ഫ്ലോട്ടിംഗ് ചാർജ് എസ്പെഷ്യലി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. 2, ക്രിസ്റ്റലൈസേഷൻ ഓഫ് ചാർജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുട്ടികളെ രജിസ്ട്രേഷൻ ഓഫ് ചാർജ്. ഇനി അങ്ങോട്ട് കുറച്ച് നേരം ഫ്ലെയിമബിൾ ആണ്, ഒരു കുറച്ച് ഏരിയ ഉള്ളൂ, പിന്നെ അങ്ങോട്ട് പടപടയെന്നങ്ങ് തീരും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഇനി വരാം. ഇപ്പം ഈ ഏരിയയിൽ തൊട്ട് പുറകെ വരാൻ പോകുന്ന ഏരിയ, ഈ ടൈം ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല നമുക്ക് മനസ്സിലാക്കാം. സെക്ഷൻ 77 ആണ് രജിസ്ട്രബിൾ ചാർജിനെ കുറിച്ച് പറയുന്നത്. അതായത് താഴെ പറയുന്ന അസറ്റ്സിൽ ചാർജ് ക്രിയേറ്റ് ചെയ്താൽ, സൗമ്യ, ആദിത്, പ്രദീപ്, നന്ദന എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, കമ്പനി ലോ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറയുന്നില്ല, കമ്പനി ലോ നിങ്ങൾക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യാനും പറയുന്നില്ല. പക്ഷെ കമ്പനി ലോ പറയുന്നത് ചാർജ് ക്രിയേറ്റ് ചെയ്ത ROC രജിസ്റ്റർ. സൗമ്യക്ക് ഇത് ഈ പോയിന്റ് മനസ്സിലായ സൗമ്യ? അതായത് ലോൺ എടുക്കാൻ കമ്പനി ലോ പറയുന്നില്ല, നിങ്ങൾ ലോൺ എടുക്കുക ചെയ്യുക, അത് നിങ്ങളെ തലവേദന. ഇനി അതിന് ചാർജ് ക്രിയേറ്റ് ചെയ്യാനും പറയുന്നില്ല, അത് നിങ്ങൾ ബാങ്കും തമ്മിലുള്ള അറേഞ്ച്മെന്റ് അനുസരിച്ചിരിക്കും. Law only says if you take a loan
and there is a charge creation, then you have to register with the ROC. Because the assets in which you create the charge is of the shareholders of the company. And you all know entire assets of the company is the owner's assets. That is the, indirectly the assets of the shareholders. So since you are alienating, disposing of, even though you are not disposing of presently, but if you don't repay the loan, it will be disposing. It is as good as a sale or as good as a alienation. So that is why the law is precautionary to say that, if you create a charge in any one of the following assets, which we are going to study now, you have to register that charge with the ROC within this much day in this much form. അപ്പോൾ ഞാൻ കൂടെയുള്ള ബാച്ചിലും പറഞ്ഞു, ഈ അസറ്റിന്റെ ലിസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇതിനപ്പുറം ഒരു അസറ്റ് ഇനി ഇല്ല. ഇനി വല്ല പ്രേതത്തിലും ബാധയിലും മാത്രമേ അസറ്റ് ക്രിയാൻ പറ്റൂ. കാരണം കമ്പനി ലോയിൽ എഴുതപ്പെട്ട എല്ലാ അസറ്റ്സും ചാർജബിൾ അസറ്റാണ്. അങ്ങനെയാണ് കൊണ്ടെഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ സെക്ഷൻ 77 സ്പീക്സ് അബൌട്ട് രജിസ്റ്ററബിൾ ചാർജസ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ലോൺ എടുക്കാനോ ചാർജ് ക്രിയേറ്റ് ചെയ്യാനോ ചാർജ് ക്രിയേറ്റ് നമ്മൾ ലോ പറയുന്നില്ല. അതുകൊണ്ട് ചില വിചാരിക്കുന്ന സെക്ഷൻ 77 പ്രകാരം നമ്മൾ ചാർജ് ക്രിയേറ്റ് ചെയ്യണം. 77 പ്രകാരം ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അർത്ഥം. 77 ചാർജ് ക്രിയേറ്റ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. 77 പറഞ്ഞിരിക്കുന്നത് താഴെ പറയുന്ന അസറ്റ്സിൽ ചാർജ് ക്രിയേറ്റ് ചെയ്താൽ അത് ROCയിൽ രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഐ ഹോപ്പ് യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ്. അസറ്റ്സിന്റെ ലിസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ഇരുന്ന് തലങ്ങും വിലങ്ങും പഠിച്ചിരിക്കണം. ഒരു ടെൻഷനും വേണ്ട, എല്ലാ അസറ്റും ഉണ്ടായിരുന്നു. ഓക്കെ. ഫസ്റ്റ് വൺ, സെക്യൂറിംഗ് ഡിബഞ്ചേഴ്സ്. അത് ഒരു വേറിട്ട കാര്യമാണ്. ഡോണ്ട് ഫീൽ ദാറ്റ് ആസ് അസറ്റ്. അത് ആദ്യമേ അങ്ങ് ഒരു പറഞ്ഞ് മാറ്റിയിരിക്കുകയാണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ചാർജും രജിസ്റ്റർ ചെയ്യണം. ഇത് ആദ്യമേ അവരങ്ങ് പറഞ്ഞ് വിട്ടിരിക്കുക. ആക്ച്വലി അതൊരു അസറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ടു ബി ഫ്രാങ്ക്. അത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. ഡിബഞ്ചർ സെക്യൂർ ചെയ്യാനായിട്ടോ, ഇന്നലെ പഠിച്ചില്ലേ, ഡെപ്പോസിറ്റ് സെക്യൂർ ചെയ്യാനായിട്ടോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ചാർജും മാൻഡേറ്ററി ആയിട്ട് ROCയിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അത് ആദ്യമേ അങ്ങ് പറഞ്ഞേ. ഇനിയാണ് അസറ്റ്സ് പറയുന്നത്. ചാർജ് ഓൺ അൺകോൾഡ് ഷെയർ ക്യാപിറ്റൽ. വിളിക്കാത്ത ഷെയർ ക്യാപിറ്റൽ ഇസ് എൻ അസറ്റ്. അല്ലേ, വിളിക്കാൻ പറ്റും. ഭാവിയിൽ ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസയായിട്ട് അസറ്റാണ്. അതിൽ ക്രിയേറ്റ് ചെയ്ത ചാർജ് രജിസ്റ്റർ ചെയ്യണം. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പറയേണ്ട ആവശ്യമില്ല. എനി ടൈപ്പ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പറയേണ്ട ആവശ്യമില്ല. എനി ബുക്ക് ഡെറ്റ്സ് ഓഫ് ദ കമ്പനി, മൂവബിൾ അസറ്റ് ആണ്. ബുക്ക് ഡെറ്റ്സ് ഓഫ് ദ കമ്പനി. എ ലീൻ ഓൺ സബ്റൈറ്റ് ഓർ ചാർജ് ഓഫ് ബുക്ക് ഡെറ്റ്സ് ഓഫ് ദ കമ്പനി. എഗൈൻ അത് ബുക്ക് ഡെറ്റ്സ് തന്നെയാണ്. എ ചാർജ് ഓൺ ഇനി മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി. അപ്പോൾ ഇമ്മൂവബിൾ നേരത്തെ വന്നു, മൂവബിൾ ഇപ്പോഴും വന്നു, അതും കഴിഞ്ഞു. എ ഫ്ലോട്ടിംഗ് ചാർജ് ഓഫ് അണ്ടർടേക്കിംഗ്. ഏത് ടൈപ്പ് ഓഫ് ഫ്ലോട്ടിംഗ് ചാർജ്, ഇൻക്ലൂഡിംഗ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഇൻവെന്ററിയിലുള്ളത്, അതും കഴിഞ്ഞു. എ ചാർജ് ഓൺ കോൾസ് മെയ്ഡ് ബട്ട് നോട്ട് പെയ്ഡ്. കോൾസ് ഇൻ എറർ. അപ്പോൾ കിട്ടാനുള്ള അല്ലേ, റിസീവബിൾ അല്ലേ. കോൾസ് ഇൻ എറർ റിസീവബിൾ. കോൾ വിളിച്ചു തരാനുണ്ട്. നേരത്തെ പറഞ്ഞ അൺകോൾഡാ, വിളിച്ചില്ല, അതും അസറ്റാണ്. ഇത് വിളിച്ചു കിട്ടാനുണ്ട്, അതും അസറ്റാണ്. അതിലും ചാർജ് ക്രിയേറ്റ് ചെയ്താൽ ഇവിടെ അതിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നില്ല. നമ്മൾ പഠിക്കുന്നത് മറക്കരുത്. ഇതിലൊന്നും ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ ലോ പറയുന്നില്ല. ഇതിൽ ചാർജ് ക്രിയേറ്റ് ചെയ്താൽ അത് ROCയിൽ രജിസ്റ്റർ ചെയ്യണം. എ ചാർജ് ഓൺ ദ ഷിപ്പ് ഓർ എനി ഷെയർ ഇൻ ദ ഷിപ്പ്. ഷിപ്പ് ചില കമ്പനികൾക്ക് അസറ്റ് ആയിരിക്കും അല്ലേ, കപ്പൽ. അത് അടുത്തത് ഏറ്റവും രസകരമായ സംഭവം, എ ചാർജ് ഓൺ ഇൻടാഞ്ചിബിൾ അസറ്റ് ഇൻക്ലൂഡിംഗ് ഗുഡ് വിൽ, പേറ്റന്റ്, ലൈസൻസ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് ലൈസൻസ്. വലിയ IT കമ്പനി, ഇപ്പോഴത്തെ വിപ്ലവം കമ്പനികൾക്ക് പേരാണ്. ഇപ്പോൾ ChatGPT എന്നുള്ള പേര് മതി, കോടിക്കണക്കിന് ലോൺ കിട്ടും അല്ലേ. ഇൻഫോസിസ് പേര് മതി. അപ്പോൾ അതുകൊണ്ട് ഐ ഡോണ്ട് നോ വെദർ യു നോ ഓർ നോട്ട്, ഈവൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് യു ക്യാൻ ഗെറ്റ് ലോൺ. അത് വാല്യൂ ചെയ്ത് ഒരു വാല്യൂറിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിസിൽ പോലും വലിയ എമൗണ്ട് നിങ്ങൾക്ക് ലോൺ കിട്ടാം. എങ്കിൽ അതിലും ചാർജ് ക്രിയേറ്റ് ചെയ്തോ, പക്ഷെ അതിന് രജിസ്റ്റർ. ഇൻഷുറൻസ് പോളിസി അതൊരു അസറ്റാണ്. അടുത്തത് പ്ലഡ്ജ് ഓൺ മാർജിൻ മണി ഇൻക്ലൂഡിങ് ഷെയർസ് വെച്ച് നിങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്ത് ലോൺ എടുക്കാം. അത് ലീൻ ഓൺ ഷെയർസ്. അത് ചുരുക്കി പറഞ്ഞാൽ തീർന്നു. അപ്പോൾ അറൗണ്ട് ഒരു 13 കാര്യമുണ്ട്. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ പ്രതി നന്ദനാണ് സൗമ്യ കേട്ടു. ഇതല്ലാതെ ഒരു അസറ്റ് ഉണ്ടോ സൗമ്യ? ഇതല്ലാതെ ഒരു അസറ്റ് ഉണ്ടോ? ഇല്ല. കാരണം ബേസിക്കലി 3 ടൈപ്പ് അസറ്റേ ഉള്ളൂ. നമ്മളത്തെ സ്കൂൾ പോലെ പഠിച്ചിട്ടുള്ളത് കേട്ടിട്ടില്ലേ? 3 അസറ്റല്ലേ ഉള്ളൂ. ഒന്നീ ഫിക്സഡ് അസറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കറണ്ട് അസറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലേ സൗമ്യ? അങ്ങനെയല്ലേ നമ്മൾ അക്കൗണ്ട്സിൽ പഠിക്കുന്നത് അല്ലേ? ഈ 3 ടൈപ്പേ ഉള്ളൂ. ആ 3 ടൈപ്പും പറഞ്ഞാൽ തന്നെ തീർന്നു. ഇൻടാഞ്ചിബിൾ മാത്രമേ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളൂ, അതും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഷിപ്പ് ഉണ്ട്, ഷെയർ ഉണ്ട്, അൺകോൾഡ് ക്യാപിറ്റൽ ഉണ്ട്, വിളിച്ച ക്യാപിറ്റൽ കിട്ടാനുള്ള കോൾസിന് ഉണ്ട്,
പ്ലഡ് ചെയ്യുന്ന ഷെയർ ഉണ്ട്, എല്ലാം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇഫ് യു ക്രിട്ടിക്കലി അനലൈസ് ദിസ് സെക്ഷൻ 77, you will be forced to conclude that any charge created on any assets of the company will be registerable. Adit, you agree with me? ശരിയല്ലേ? Yes, sir. Yeah. So this is the criticality of this section. അപ്പോൾ ചില കുട്ടികൾ ഇത് പഠിക്കുന്ന താലങ്കും ബലങ്കും വരുന്ന 1, 2, 3 എണ്ണി പഠിക്കും. പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ആംഗിളിലാണ്. ഇതല്ല അസറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഒരുതപ്പെട്ട നിങ്ങൾ മനസ്സിൽ വരുന്ന എല്ലാ അസറ്റും ഉണ്ട്. ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ദിസ് സെക്ഷൻ. അപ്പോൾ ആദ്യമേ നിങ്ങൾ എങ്ങനെ പഠിക്കുന്ന അറിയാമോ? ഡിബഞ്ചർ സെക്യൂർ ചെയ്യാനോ ഡിപ്പോസിറ്റ് സെക്യൂർ ചെയ്യാനോ എല്ലാ ചാർജും വരും. അത് ആദ്യമേ അങ്ങ് മാറ്റി. അത് അസറ്റ് അല്ല, പക്ഷെ അത് മാറ്റി. അതുകൊണ്ട് ബൈ ഡീഫോൾട്ടാണ്. പിന്നെ 2 ക്യാപിറ്റൽ ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കോൾഡ് സിനാരിയറും അൺകോൾഡ് ക്യാപിറ്റലും 2 എണ്ണമായി, 3 എണ്ണമായി. പിന്നെ 3 എണ്ണം മൂവബിൾ അസറ്റ്, ഇമ്മൂവബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ 3 എണ്ണം, 6 എണ്ണമായി. പിന്നെ ഷിപ്പ് ഒരു വെറൈറ്റി ഉണ്ട്, ഷിപ്പ് ഷെയർ ഒരു വെറൈറ്റി ഉണ്ട്. പറഞ്ഞ് മനസ്സിലായി. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ 8 എണ്ണം 10 എണ്ണം ബൈ ഡീഫോൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊന്ന് ഓർമ്മ വരും, സുഖമായിട്ട് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും. അല്ലാതെ ഇരുന്ന് 1, 2, 3 എന്ന് പറഞ്ഞ് കാണാൻ പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് പോയിന്റ്. ഇനി നമ്മൾ ഒരു സംഭവം നോക്കാൻ പോവാണ്. ഐ വാണ്ട് യുവർ ഫുൾ കോഓപ്പറേഷൻ. രജിസ്റ്ററബിൾ ചാർജ് പറഞ്ഞു. ഇനി രജിസ്റ്റർ ചെയ്യുന്ന പ്രൊസീജിയറും ഫോമുമാണ്. ഫോം തൽക്കാലം നമുക്ക് ലാസ്റ്റ് പഠിക്കാം. അവസാനം ഒരു ലിസ്റ്റ് ഉണ്ട്, അപ്പോൾ പഠിക്കാം കേട്ടോ. ഇപ്പോൾ ടൈം ലിമിറ്റും കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ചില കുട്ടികൾക്ക് കൈവിട്ട് പോകും. ചില ബാച്ചുകളിൽ പഠിപ്പിക്കുമ്പോൾ അതിനൊന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് കൈയും കാലൊന്നും വിടണ്ട, നമുക്ക് സുഖമായിട്ട് അത് പഠിക്കാൻ പറ്റും കേട്ടോ. ടെൻഷനൊന്നും വേണ്ട. അതിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എഴുതിക്കുന്നതിൽ തന്നെ എവിടെയോ ഒരിടത്തൊരു ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയാണ് ആ കൺഫ്യൂഷൻ ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവെ ചില കുട്ടികൾക്ക് അത് എഴുതി വന്നതിലൊരു കുഴപ്പമാണ്. അപ്പോൾ നമ്മൾ വലിയൊരു ദൗത്യം ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും മനധൈര്യത്തോടുകൂടി ഇരിക്കുക. ഇനി ചാർജ് രജിസ്റ്റർ ചെയ്യുന്ന ടൈം പീരീഡാണ് പഠിക്കാൻ പോകുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതിലൊരു അമെൻമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമെൻമെൻറ്റിന് മുമ്പും അമെൻമെൻറ്റിന് ശേഷവും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ CA ഇൻ്റർവ്യൂവിന് പഠിപ്പിക്കുമ്പോൾ അവിടെ കുട്ടികൾക്ക് ഭയങ്കര വ്യാകുലതപ്പെടുന്ന ഒരു ഏരിയയാണ്. നമുക്കത് ഒരു വ്യാകുലതയും വേണ്ട, നമുക്ക് പഠിക്കാം. അപ്പോൾ ഫോമൊക്കെ നമുക്ക് ലാസ്റ്റ് ഒരു ഒറ്റ ഷോട്ടിൽ പഠിക്കാം. ഓക്കെ, ചാർജ് ക്രിയേഷൻ്റെ ടൈം പീരീഡാണ് കുട്ടികളെ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, കമ്പനി ലോയിൽ ഒരുത്തപ്പെട്ട എല്ലാ ഫോംസിൻ്റെയും ബൈ ഡീഫോൾട്ട് ടൈം പീരീഡ് എന്ന് പറയുന്നത് 30 days ആണ്. നോർമൽ ഫീ, സാധാ ഫീ അടച്ചു കഴിഞ്ഞാൽ ഷെഡ്യൂൾ പ്രകാരമുള്ള സാധാ ഫീസ് അടച്ചാൽ 30 ദിവസത്തിനകത്ത് ചാർജ് ക്രിയേറ്റ് ചെയ്യാം. ചാർജ് നല്ല എഴുതപ്പെട്ട എല്ലാ ഫോംസും ബൈ ഡീഫോൾട്ട്, എല്ലാ ഫോംസും മെജോറിറ്റി ഫോംസ് എക്സെപ്റ്റ് സം അതർ ഫോംസ്, ചാർജ് ക്രിയേറ്റ് ചെയ്യേണ്ട ഫോം CSG 1 ആണ്. ഡിബഞ്ചർ ആവുമ്പോൾ CSG 9 ആണ്. ഞാൻ ജസ്റ്റ് വായിച്ചേ പോകത്തുള്ളൂ. ലാസ്റ്റിൽ നമുക്ക് ചാർജ് ഫോം പ്രത്യേകം പഠിക്കാം. അപ്പോൾ സാറ് പറഞ്ഞു ചാർജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 30 days ആണ്. നോർമൽ ഫീ കൊടുത്ത് ആ അസറ്റ് ഇന്ത്യയിലായാലും കൊള്ളാം, ഇന്ത്യയുടെ പുറത്തായാലും കൊള്ളാം, എവിടെ കിടക്കുന്ന കമ്പനിയുടെ അസറ്റിൽ ചാർജ് ക്രിയേറ്റ് ചെയ്താലും CSG 1 എന്ന് പറയുന്ന ഫോമിൽ നിങ്ങൾ 30 ദിവസത്തിനകത്ത് ചാർജ് രജിസ്റ്റർ ചെയ്യണം. അത് ഡിബഞ്ചർ സെക്യൂർ ആണെന്നുണ്ടെങ്കിൽ CSG 1 പകരം 9 യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ കുറേ പടങ്ങളൊക്കെ നിങ്ങൾ കാണും. അപ്പോൾ ഈ പടങ്ങളൊക്കെ ഞാനൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു നക്ഷലായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇന്നലെ നമ്മൾ ഡെപ്പോസിറ്റ്സിലേക്ക് നോക്കിയതുപോലെ അല്ലേ? ഇന്നലെ ഓർമ്മയില്ല, പെർസെൻറ്റേജ് നോക്കിയില്ല. അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു. അതായത് ഇവിടെ ഒരു ഡേറ്റ് ഉണ്ട്, 2/11/2018. കാരണം ഈ ഡേറ്റിൽ വെച്ചിട്ടാണ് ഈ ചാർജ് ക്രിയേഷൻ്റെ ഫോം ഫയൽ ചെയ്യുന്ന ഡേറ്റ്, ഡ്യൂ ഡേറ്റ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഭയങ്കരമായിട്ട് അങ്ങ് മാറ്റി. അതുകൊണ്ടാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ കുട്ടികൾക്കൊരു പാട്. ഈ ഡേറ്റിന് മുമ്പ് ക്രിയേറ്റ് ചെയ്തോ മോഡിഫൈ ചെയ്തോ, ഈ ഡേറ്റിന് ശേഷം ക്രിയേറ്റ് ചെയ്തോ മോഡിഫൈ ചെയ്തോ, അങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. അപ്പോൾ ആ ഡേറ്റ് മറക്കരുത്. ഈ ഡേറ്റിൽ ഇപ്പോൾ റിലവൻസ് ഇല്ല. 2/11/2018 കാരണം അന്ന് ഞാൻ ആ 2018 പഠിപ്പിക്കുമ്പോൾ ഭയങ്കര പാടായിരുന്നു. 19 20 ഭയങ്കര വലിയ സംഭവമായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ 2025-26 അല്ലേ? അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലമായി. പക്ഷേ എങ്കിലും എന്താണ്, ആ ഡേറ്റിന് റിലവൻസ് ഉണ്ട്. 0/2/2018 മുമ്പ് ക്രിയേറ്റ് ആയിട്ടുള്ള ചാർജ് ആണെന്നുണ്ടെങ്കിൽ 300 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ 6 മാസത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? അഡീഷണൽ ഫീയോടുകൂടി ഈ ചാർജ് എല്ലാം രജിസ്റ്റർ ചെയ്തേക്കണം.
സൗമ്യ ഇപ്പൊ ഈ ഡേറ്റ് ഒക്കെ കഴിഞ്ഞില്ലേ അല്ലേ? ശരിക്കും കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ശരിക്കും പറഞ്ഞ ഇറിലവന്റ് ആണ്. കാരണം 6 മാസം ഫ്രം 0 to 11/2018 എന്ന് വെച്ചാൽ നമ്മളിപ്പോ എവിടെ നിൽക്കുന്ന അറിയാമോ? അത് അങ്ങാണ് അല്ലേ? ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ളത് വലിയൊരു പാടാണ്. കാരണം നമ്മൾ അന്ന് മുതലേ ഇത് പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് അതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പോഴും ഉണ്ട് ഒരു CA ഇന്റർവ്യൂ നമ്മൾ പടമൊക്കെ വരച്ച് പഠിപ്പിക്കുമായിരുന്നു, മനസ്സിലായില്ല. കാരണം അത്രത്തോളം ക്രൂഷ്യലായിരുന്നു 2019, 20, 22 കാലങ്ങളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ. ഇന്നിപ്പോൾ 25-ലായതുകൊണ്ട് തന്നെ സ്ട്രിക്ട്ലി അതിൻ്റെ അത് വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് വരാം കേട്ടോ. അപ്പം അങ്ങനെ കൊണ്ട് അപ്പോൾ 30 ദിവസം എന്ന് പറയുന്നതിൽ വലിയ പ്രശസ്തി ഇല്ലാതെ വേറൊരു ഡേറ്റ് എഴുതി അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ക്രിയേറ്റ് ചെയ്തത് അതാണല്ലോ നമുക്ക് ആവശ്യം അല്ലേ? In case of charges created or modified on or after the 2/11/2018 within a period of 60 days of such creation or modification on payment of such additional fee as prescribed or registrar may on an application allow such registration to be made within a further period of 60 days after the payment of such ad valorem fee as prescribed. എന്താണ് നോക്കാം. ഇവിടെ എഴുതിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനെ നശിപ്പിച്ചത്. രണ്ടാമത്തെ പോയിന്റിൽ നിങ്ങൾ കൂടെ നോക്കുക, ഞാൻ പറയാം എങ്കിലും. എന്താണ് ലോയിൽ പറഞ്ഞിരിക്കുന്നത്? ആദ്യം ഇവിടെയാണ് ലോയിൽ, ഇതാണ് ലോ, ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2/11/2018 ശേഷം ക്രിയേറ്റ് ചെയ്യോ മോഡിഫൈ ചെയ്യോ ചാർജ് ആണെന്നുണ്ടെങ്കിൽ 60 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് അഡീഷണൽ ഫീ വെച്ച് നിങ്ങൾക്ക് ഫയൽ ചെയ്യാം. എന്നാൽ ആ ഡേറ്റിൻ്റെ അകത്ത് ഫയൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫർദറായിട്ട് 60 ദിവസം കൂടെ സമയം തരും. മൊത്തം 120 ദിവസം വരെ ഇനി ചാർജ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ 60 ദിവസം എന്ന് പറയുന്നത് അഡീഷണൽ ഫീയും, പിന്നെ ഉള്ള 60 ദിവസം എന്ന് പറയുന്നത് അഡ്വലറം ഫീയും. ഈ അഡ്വലറം ഫീയെ കുറിച്ച് ആദ്യം ക്ലാരിഫൈ ചെയ്യാം. ചാർജ് എമൗണ്ടിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഫീസ് കമ്പ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്വലറം എന്ന് വെച്ചാൽ അറ്റ് ദ വാല്യൂ എന്നാണ് അർത്ഥം. ഇതൊന്നും പണ്ടില്ലാത്തൊരു കാര്യമാണ് ഈ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ചാർജ് ചെയ്യിപ്പിക്കുക, ഫീസ് അടിപ്പിക്കുക. അതിൻ്റെ പെർസെൻറ്റേജ് പറയുന്നത് 0.0025% ആണ് അതിൻ്റെ ഒരു കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതിവിടെ കാണാം, കണ്ടില്ലേ? 0.025% ആണ് സ്മോൾ കമ്പനിക്കും, വലിയ കമ്പനികൾക്ക് 0.05%ആണ് ചാർജ്. മൊത്തത്തിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യേണ്ട ദിവസം വന്നിട്ട് 120 days ആണ്. 120 days കഴിഞ്ഞാൽ ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല, അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല. അത് പിന്നെ ഇൻസേർട്ടിലൊക്കെ പോയിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും സെക്ഷൻ 77 പ്രകാരം. അപ്പോൾ സെക്ഷൻ 77 പ്രകാരം ഇപ്പോൾ മാക്സിമം എന്താണ് ചാർജ് ക്രിയേറ്റ് ചെയ്യാനുള്ള പീരീഡ് എന്ന് പറയുന്നത് 120 ദിവസം. ആർക്കെങ്കിലും ഈ 120 ദിവസത്തിന്റെ ഫീസ് സ്പ്ലിറ്റ് അപ്പ് ഒന്ന് പറയാൻ പറ്റുമോ? സൗമ്യക്ക് ക്ലിക്കായോ? ആയെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ 120 ദിവസത്തിനാണ് ഞാൻ ഫയൽ ചെയ്യാൻ പോകുന്നത്. ഒരു കമ്പനി 120th ഡേറ്റിലാണ് ഒരു ചാർജ് ഫയൽ ചെയ്യാൻ പോകണമെങ്കിൽ ഇതിന്റെ ഫീസ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്? ഇനിയൊന്നോ സൗമ്യക്ക് പറയാൻ പറ്റാറായോ? നോക്കിക്കോളൂ, എല്ലാവരും നോക്കിക്കോളൂ പ്ലീസ്. കാരണം ഒറ്റ ഷോട്ടിൽ അത് മനസ്സിലായാൽ പിന്നെ ടെൻഷൻ ഇല്ല, അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. ഞാൻ ക്രിയേറ്റ് ചെയ്ത ചാർജ് 120ാമത്തെ ദിവസമേ എനിക്ക് ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്കിൽ
120 ദിവസം വരെ അലോബിൾ ആണല്ലോ എങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫീസ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ചോദ്യം. ഇതൊറ്റ ഷോട്ടിൽ മനസ്സിലായാൽ അതോട് തീർന്നു. നമ്മൾ അതർ ദാൻ സ്മോൾ കമ്പനി OPC എന്ന് വിചാരിക്കുക, അതായത് വലിയ കമ്പനികളാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഫീ എന്ന് പറയുന്നത് 6 ടൈംസും അഡ്വലറം ഫീ എന്ന് പറയുന്നത് 0.05% സബ്ജക്ട് ടു മാക്സിമം 5 lakhs. മനസ്സിലാർക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ ഒരാളെ റെപ്രസെന്റ് ചോദിക്കുന്നുള്ളൂ. 120 days മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തു. 120th ഡേയിലാണ് ഞാൻ ചാർജ് CSG1 ഫയൽ ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫീസ് ഫോർ? What will be the fees for me? ഒരു നല്ലൊരു ഇല്ലസ്ട്രേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം, പിന്നെ വീട്ടിൽ നോക്കാം. ഇത് തൽക്കാലം ഡിസ്കസ് ചെയ്തിട്ട് പോവാം. എന്തായി സൗമ്യ? സർ ഞാൻ പറയാം, സർ 30 days to 60 days ആണെങ്കിൽ 6 times of normal fee. അതായിക്കോട്ടെ. ആദ്യത്തെ 30 days എവിടെ? ക്രിയേറ്റ് ചെയ്ത് 30 days കഴിഞ്ഞു. അല്ലല്ല, ആദ്യത്തെ 30 ദിവസത്തിനൊരു ഫീ ഇല്ലേ? ആദ്യത്തെ 30 ദിവസത്തിന് ഫീ ഇല്ലല്ലോ, നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ടല്ലോ രജിസ്ട്രേഷൻ. അത് നോർമൽ ഫീ, അതിനാണ് നമ്മൾ നോർമൽ ഫീ എന്ന് പറയുന്നത്. നോർമൽ ഫീ, ഓക്കെ. അപ്പൊ ആദ്യത്തെ 30 ദിവസത്തിന് നോർമൽ ഫീ, എന്നിട്ട് ശേഷം 30 ദിവസം മുതൽ 60 ദിവസം വരെയാണെങ്കിൽ 6 times ഓഫ് ദ നോർമൽ അഡീഷണൽ ഫീ. നോർമൽ ഫീയുടെ 6 times. വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് 60 days മുതൽ 120 days വരെയാണെങ്കിൽ പിന്നെ അതിന്റെ 6 times പ്ലസ് 0.5% കൂടെ. അതിന്റെ 6 times വേണോ? നോർമൽ ഫീ പിന്നെ 6 times ഓഫ് നോർമൽ ഫീ പ്ലസ് അതായത് എല്ലാം കൂടെ കൂട്ടി ആദ്യത്തെ 30, അതായത് ആദ്യത്തെ 30 ദിവസത്തിന് നോർമൽ ഫീ, അടുത്ത 30 ദിവസത്തിന് അതായത് 60 ആവും. അപ്പോ അടുത്ത 30 ദിവസത്തിന് അഡീഷണൽ ഫീ 6 times, അടുത്ത 60 ദിവസത്തിന് അഡ്വലറം ഫീ, അല്ലേ? അങ്ങനല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടായിരിക്കും ഫീസ് വരുന്നത്. കറക്റ്റ് അല്ലേ? യെസ്, കറക്റ്റ് ആണ്. കറക്റ്റ്. അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. മനസ്സിലായി? അപ്പൊ ഒന്നുകൂടെ പറയാം. അതായത് ചാർജ് ക്രിയേറ്റ് ചെയ്ത് 30 ദിവസത്തിനകത്ത് ഫയൽ ചെയ്താൽ നോർമൽ ഫീ ഉള്ളൂ. എന്നാൽ ലോയിൽ പറഞ്ഞിരിക്കുന്നത് 60 ദിവസം വരെ സമയം തരാം, പക്ഷെ അഡീഷണൽ ഫീ കൊടുക്കണം. പക്ഷെ 60 ദിവസം വരെ സമയം തരാം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 30 ദിവസം നോർമൽ ഫീലാണ്. അടുത്ത 30 daysന് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത 30 daysനെ സംബന്ധിച്ചോളം എന്ത് വരും 6 times. വലിയ കമ്പനി ആണെങ്കിൽ 6 times ഓഫ് ദ നോർമൽ ഫീ വരും. അടുത്ത ചോദ്യം, ആ 60ലും പറ്റിയില്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് 60 days കൂടെ സമയം തരും, പക്ഷെ ആ 60 daysന് അഡ്വലറം ഫീസ് കൊടുക്കണം, അല്ലേ? അതാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എഴുതിക്കാൻ കാര്യം. ഇൻസ്റ്റിറ്റ്യൂട്ട് എഴുതിക്കുന്ന ഒരു ആംഗിൾ മനസ്സിലായില്ലേ? 30 days ആദ്യം, പിന്നെ അടുത്ത 30 days എന്ന് പറയുന്നത് അങ്ങനെയാണ് അങ്ങ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 120th ഡേയിലാണ്, അതായത് മാക്സിമം ടൈം ലിമിറ്റ് യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചോളം ആദ്യത്തെ 30 daysന് നോർമൽ ഫീ, അടുത്ത 30 daysന് അഡീഷണൽ ഫീ 6 times, അടുത്ത 60 daysന് അഡ്വലർ ഫീ 0.05% ഫീ ഓർ ₹5 lakhs എന്ന രീതിയിലുള്ള ഫീസ് മാക്സിമം കൊടുക്കേണ്ടി വരും. ഇത് ക്ലിയർ ആയോ? സോ ഇപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. ആദ്യത്തെ ക്ലിയർ ആയോ? Yes, sir. Yes, so this is very important. ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അത് ഒരു പരിധി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഇവിടെ സൗമ്യക്ക് മനസ്സിലായി. ആൻഡ് അപ് ടു 90 days എന്നൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ? അതാണ് അവിടെ കൺഫ്യൂഷൻ വരാൻ കാര്യം. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്നത് 30 പോയിട്ട് അടുത്ത 30 + 60 ആണ്. മനസ്സിലായില്ലേ? പക്ഷെ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അടുത്ത 30ന് അഡീഷണൽ ഫീയും ബാക്കി 60ന് അഡ്വലറും ഫീ ആണ്. അത് അവിടെ അങ്ങോട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു കൺഫ്യൂഷൻ വരാൻ കാര്യം. ഒരുപാട് കുട്ടികൾക്ക് ഫോട്ടോ എടുത്ത് ഡൗട്ട് വയ്ക്കുന്ന ഏരിയ. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ഒരു പ്രോബ്ലം ചെയ്തിട്ടപ്പോൾ കറക്റ്റായിട്ട് ചെയ്തു. കണ്ടോ? കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പ്രോബ്ലം ചെയ്തിട്ടിരിക്കുന്നത് കണ്ടോ? നീറ്റായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടിട്ട്
up to 30 days normal fee, more than 30 days up to 60 fee, additional fee, ഉണ്ടോ? more than 60 days up to 22 days additional fee, ആദ്യത്തത് ad valorem fee, ഇതെല്ലാം കൂടെ കൂട്ടി ടോട്ടൽ എമൗണ്ട് എഴുതും. So here institute has clearly given you an example. ഓക്കെ, അപ്പൊ ഇത് മറക്കരുത്. ഇനി അഥവാ കുട്ടികളെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഴയത് ചോദിച്ചു, അങ്ങനെ വരാൻ വഴിയില്ല. ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് 2012 മുമ്പുള്ള ഇനി ചോദിക്കുന്ന കാര്യമില്ല. അഥവാ ചോദിച്ചാൽ അതും കൂടി ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അവിടെ ചാർജ് ക്രിയേറ്റ് ചെയ്ത ദിവസം മുതൽ 300 ദിവസമോ അല്ലാന്നുണ്ടെങ്കിൽ 6 മാസം ഫ്രം എന്ന രീതിയിൽ ഈ അഡീഷണൽ ഫീ കണ്ടില്ല. ഇങ്ങനെ ഒരു വലിയൊരു ഷെഡ്യൂൾ, കാരണം 300 ദിവസം വരെ സമയമുണ്ടല്ലോ. അതുകൊണ്ടാണ് അപ് ടു 30 to 60, 60 to 90, 90. അത് വേണമെങ്കിൽ നോക്കി വെക്കുക. പ്രാക്ടിക്കലി അത് ചോദിക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് നൗ വി ആർ ഇൻ 2025. ബട്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് മുതലേ നമ്മൾ ഈ പഠിപ്പിച്ചു വരുന്നതുകൊണ്ട് അന്നൊക്കെ ഇത് വലിയ സംഭവമായിരുന്നു, മനസ്സിലായില്ലേ? എന്നിട്ട് അന്ന് ഞാൻ പറയുമായിരുന്നു ഭാവിയിലുള്ളത് പിന്നെ വരും എന്നുള്ളത്. ഇന്നിപ്പോൾ നേരെ തലകുത്തിനായി, ഇത് വന്നിട്ട് പഴയതായി, ഇപ്പോൾ ഉള്ളത് കറക്റ്റായി അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് ടേക്ക് റിസ്ക്, അതും കൂടി ജസ്റ്റ് നോക്കി വെക്കുന്നതല്ലാണ്. സോ ഐ വിൽ കൺക്ലൂഡ് ദിസ്. ഓക്കെ, സോ ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ക്ലാസ്സിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വോയിസ് നോട്ട് ഇട്ട് ഞാൻ പറഞ്ഞുതരാം. സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ നിയമപ്രകാരം ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ ഡീഫോൾട്ട് 30 ഡേയ്സ്, അടുത്ത 30 ഡേയ്സ്, അത് ടോട്ടൽ 60 ഡേയ്സ് ആണ്. പക്ഷെ അടുത്ത 30 ഡേയ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഫീ 6 times, പിന്നെ അതിലും പറ്റിയില്ലെങ്കിൽ 60 ഡേയ്സ് അഡീഷണൽ ആയിട്ട് കിട്ടും. പക്ഷെ ഞാൻ ad valorem ഫീ കൊടുക്കണം. ad valorem ഫീ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണെന്ന് മറക്കരുത്. അപ്പോൾ 3 കമ്പനി ഉണ്ട്. ഒരു കമ്പനിക്ക് 1 കോടി ലോൺ, മറ്റവന് 5 കോടി ലോൺ, മറ്റവന് 15 കോടി ലോണാണ്. ഈ ലോൺ എമൗണ്ടിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് വലിയ എമൗണ്ട് ഫീസ് കൊടുക്കേണ്ടി വരും കേട്ടോ. എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത് സൗമ്യ? എന്തിനാ ഇത്രയും കടിച്ചപ്പെടുത്ത ഫീസ് വയ്ക്കാൻ കാര്യം എന്താണ്? എന്ത് ഡിസ്കറേജ് ചെയ്യാനാണ്? അല്ല, അത് മനസ്സിലായി. എന്തിനാണ് ഇത്രയും വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഫീസ് വെച്ചിരിക്കാൻ കാര്യം? എന്തുകൊണ്ടാണ്? എന്ത് പേടിപ്പെടുത്താനാണ്? എന്ത് ചെയ്യാനാണ്? എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ? ശരിയല്ലേ? എത്രയും പെട്ടെന്ന് ചാർജ് ക്രിയേറ്റ് ചെയ്യാം. കാരണം ഈ നിയമം അറിയാവുന്ന ഒരാളെ ഞാൻ ചോദിക്കട്ടെ, സിമ്പിൾ ആയിട്ട് ചോദിച്ചൊരു ചോദ്യം ചോദിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്ത് നിർത്താം. ഈ നിയമം അറിയാവുന്ന ഒരു കമ്പനിയും ബാങ്കറും ആണെങ്കിൽ എത്ര ദിവസത്തിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ നോക്കും? എത്ര ദിവസത്തിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ നോക്കും ഈ നിയമക്കാർ? ആദ്യത്തെ 30 ഡേയ്സിൽ ഫയൽ ചെയ്യാൻ നോക്കുക. അപ്പൊ തന്നെ നോർമൽ ഫീൽ പരിപാടി കഴിയും അല്ലേ? അതാണ് പോയിന്റ്. ഇതാണ് ലോയുടെ ഇന്റൻഷൻ. അഥവാ ലോൺ അഗ്രിമെന്റ് ക്ലോസ് ചെയ്യാൻ സമയം എടുക്കും, അങ്ങനെ ചില പ്രാക്ടിക്കാലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 30 ദിവസം കൂടെ എടുക്കുക. അത് കഴിഞ്ഞാൽ കൈപൊള്ളും. ഞാൻ പറഞ്ഞ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. 0.05% മോശമൊന്നും അല്ല. 500 കോടി 600 കോടിയൊക്കെ ഒരു ലോൺ ആണെന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ട് വരും അല്ലേ? പക്ഷെ മാക്സിമം ഒരു 5 ലക്ഷം പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. അതിന് മുകളിൽ പോകില്ല, ആവശ്യത്തിന് പറഞ്ഞു. ആൻഡ് ദിസ് ടൈം ലിമിറ്റ് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്: ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതിനും, മോഡിഫൈ ചെയ്യുന്നതിനും, സാറ്റിസ്ഫൈ ചെയ്യുന്നതിനും കേട്ടോ. ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനും മോഡിഫൈ ചെയ്യുന്നതിനും ഇതേ ലിമിറ്റ്, ടൈം ലിമിറ്റ്. സാറ്റിസ്ഫാക്ഷൻ ഇതല്ല, അത് പിന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ക്രിയേഷനും മോഡിഫിക്കേഷനും ഒരേ ടൈം ലിമിറ്റ്. I think it's settled law. Any doubts you can ping me later, because time is ഇന്ന് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ താമസിച്ചു തുടങ്ങാനായിട്ട്. ഓക്കെ, ഇനി രജിസ്റ്റർ ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്? ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു. ഇപ്പോൾ സൗമ്യ ആദ്യത്വം നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്തു. പ്രതിഭേട്ടനും നന്ദന എല്ലാവരും ഇങ്ങനെ നമ്മൾ വളരെ രാവിലെ മുതൽ ചാർജ് ക്രിയേഷൻ ഇത് ക്രിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മേ ബി വയലേഷൻ വരും, അതെല്ലാവർക്കും അറിയാം. സോ ആയിട്ട് പെനാൽറ്റി വരും. ദാറ്റ് ഈസ് നോൺ ടു എവരി വൺ. ദ ഇഷ്യൂ ഹിയർ ഈസ് ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ, ഐ ഡോണ്ട് നോ, ആ തിയറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ അത് കുറച്ച് സ്പെസിഫിക് ആയിട്ട് പറയേണ്ടതായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട്. ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ട് സമയബന്ധിതമായിട്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി വരും. അതാണ് ഫസ്റ്റ് കോൺസിക്വൻസ്, ഫോർമോസ്റ്റ് കോൺസിക്വൻസ് ഫ്രോം എ കമ്പനി സെക്രട്ടറീസ് ആംഗിൾ. ബട്ട് പ്രാക്ടിക്കലി ദ ഇഷ്യൂ ഈസ് the bank will be categorized as an unsecured creditor. ചാർജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ബേസിക്കലി എന്താവേണ്ടതാണ്? സെക്യൂർഡ് ക്രെഡിറ്റർ ആവേണ്ടതാണ്. പക്ഷെ ആ ചാർജ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലുള്ള കോൺസിക്വൻസ് എന്ന് വെച്ചാൽ the bank or the financial institution which lend the money to the company will be categorized as an unsecured creditor, which is a very dangerous thing. കാരണം ലിക്വിഡേഷനിൽ കമ്പനി പോകുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കെല്ലാം പൈസ കൊടുത്തിട്ട് ഈ പറയുന്ന ബാങ്കിന് പിന്നെ കിട്ടത്തുള്ളൂ. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 2. One is penalty, second one unsecured creditor. Third one is this charge will become invalid or void under liquidation. ലിക്വിഡേഷൻ നടക്കുമ്പോൾ
ലിക്വിഡേറ്ററിന്റെ അടുത്ത് ലിസ്റ്റ് കൊടുക്കും, ക്രെഡിറ്റേഴ്സ് ലിസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളെ ചാർജ് അസാധുവായി പോകും. കാരണം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എടോ നിങ്ങൾ കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ചുമ്മാ ടേക്ക് ഇറ്റ് ലൈറ്റ്ലി, ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഒരു കുട്ടി CS പഠിക്കുന്നു, ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, CS പഠിക്കുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല കോഴ്സിന്. സൗമ്യ തമാശയ്ക്ക് ചോദിച്ചാൽ എന്താണ് പ്രയോജനം? അല്ലേ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, സംഭവിച്ചു. ബട്ട് വെദർ യു ഹാവ് റൈറ്റ് എക്സാം, നോ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. അത് നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ചാർജും അതുപോലെ തന്നെയാണ്. നിങ്ങൾ ചാർജ് ക്രിയേറ്റ് ചെയ്തു, പക്ഷെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല ആസ് പെർ ദ കമ്പനി ലോ അണ്ടർ സെക്ഷൻ 77. ദെൻ ഇറ്റ് വിൽ ബിക്കം എ രജിസ്റ്റർ ചെയ്യാത്ത ചാർജിന് ചാർജിന്റെ വാലിഡിറ്റി കിട്ടത്തില്ല. സോ ദാറ്റ് ഈസ് വൈ ദ ലോ സേസ് ഇഫ് ദ കമ്പനി ഗോസ് ഇൻ ടു ലിക്വിഡേഷൻ, ഇൻ ദ ഐസ് ഓഫ് ലിക്വിഡേറ്റർ ഓർ ദ ഫ്രണ്ട് ഓഫ് ലിക്വിഡേറ്റർ, you will become void. Your debt will become void. So that is a dangerous thing. Point number 3. Point number 4 is a very interesting point. The loan will become immediately payable. നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലല്ലോ, അപ്പോൾ പൈസ തിരിച്ചു കൊടുക്കാൻ പറയും പെട്ടെന്ന് ബാങ്ക്. അപ്പോൾ ഈ 4 കോൺസിക്വൻസ് ഉണ്ട്. ഐ എം സോറി, നിങ്ങൾ കേട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അത് എഴുതിയതിൽ അത്ര പോരാ, നല്ലതിൽ എഴുതിയിട്ടില്ല. കോൺസിക്വൻസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ, 1 is penalty under section 77. Second one is the bank will categorize this as an unsecured creditor. Third one is it is void against the liquidator while liquidation proceedings is happening. And fourth one is the loan will become immediately repayable. 4. നിങ്ങൾ സഹിക്കുമെങ്കിൽ ഞാൻ 5ാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഒരു ലൈന് പറയും, അത് നിങ്ങൾക്ക് ദഹിക്കുമെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളുക. 5ാമത്തെ കോൺസിക്വൻസസ്. ഇവിടെ ഒരേ അസറ്റിൽ തന്നെ മൾട്ടിപ്പിൾ ബാങ്കിന് ചാർജ് ക്രിയേറ്റ് ചെയ്യാം. കാരണം ഒരു 100 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ 50 ഏക്കർ സ്ഥലം, 10 ഏക്കർ സ്ഥലം, അതിൻ്റെ അകത്ത് ഒരു 5 ലക്ഷം 10 ലക്ഷം ലോണല്ലോ, ഇഷ്ടംപോലെ ലോൺ കിട്ടുമല്ലോ. അപ്പോൾ ഒരു ബാങ്കിന് നമ്മൾ ലോൺ എടുക്കും. കുറേ കഴിഞ്ഞ് അതേ അസറ്റ് വെച്ച് നമ്മൾ വേറൊരു ബാങ്കിന് ലോൺ എടുക്കും. കാരണം വലിയ പറമ്പല്ലേ, വലിയ പ്രോപ്പർട്ടി അല്ലേ. ഓക്കെ, ഇനി ഞാൻ ഒരു ലൈന് പറയാം. ആൻഡ് a registered second charge holder will get priority over the first unregistered charge holder. കിട്ടിയോ? സ്വാമി കിട്ടിയോ? യെസ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒന്നുകൂടി പറയാം, എനിക്കെന്നെ പാടാ ഓർത്തെടുത്ത് പറയാനായിട്ട്. ആൻഡ് രജിസ്റ്റേർഡ് സെക്കൻഡ് ചാർജ് ഹോൾഡർ, അയാൾ പിന്നെയാണ് ചാർജ് രജിസ്റ്റർ ചെയ്തത്, പക്ഷെ അയാൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, വിൽ ഗെറ്റ് പ്രയോറിറ്റി ഓവർ ദ ഫസ്റ്റ് അൺരജിസ്റ്റേർഡ് ചാർജ് ഹോൾഡർ. ആദ്യമേ ചാർജ് ക്രിയേറ്റ് ചെയ്ത ഒരാളുണ്ട്, അയാൾ ലോണൊക്കെ കൊടുത്ത് സന്തോഷിക്കും, പക്ഷെ അയാൾ ചാർജ് ക്രിയേറ്റ് ചെയ്തില്ല. പക്ഷെ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് 2ാമത്തെ ബാങ്ക് ചാർജ് ക്രിയേറ്റ് ചെയ്തത്, പക്ഷെ അയാൾ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ നിയമപരമായിട്ട് നോക്കുമ്പോൾ 2ാമത് ക്രിയേറ്റ് ചെയ്ത രജിസ്റ്റേർഡ് ചാർജ് ഹോൾഡറിന് നിയമത്തിൽ പ്രയോറിറ്റി കിട്ടും, റാദർ ദാൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത അൺരജിസ്റ്റേർഡ് ചാർജ് ഹോൾഡർ. സോ ഇതൊക്കെയാണ് കോൺസിക്വൻസ് ഓഫ് നോൺ രജിസ്റ്റർ. അത് അത്രത്തോളം നിലയിൽ ഐ ഡോണ്ട് നോ വെദർ ഇങ്ങനെ എഴുതിയിട്ട് ശരിക്കും നിലയിൽ എഴുതേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു 5 പോയിന്റ്. I hope I had, without break, I had discussed. Okay. So, I think that become immediately payable. So, it's time to move fast. Very important. I have discussed here the case. This video read it to check. Like, we KSF feed or case. Just put a read, okay? I felt somewhere, WhatsApp course interesting. Put a read. ഫോം നമുക്ക് ലാസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് എല്ലാത്തിനും സർട്ടിഫിക്കറ്റ് കിട്ടും. രജിസ്റ്റർ ചെയ്യുമ്പോഴും ഒരു ചാർജ് രജിസ്റ്റർ ചെയ്യുമ്പോഴും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും CST2. അതിൽ മോഡിഫൈ ചെയ്യുമ്പോഴും സർട്ടിഫിക്കറ്റ് കിട്ടും CST3 കിട്ടും. സോ വി വിൽ ലാസ്റ്റ് നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്, അവിടെ നോക്കാം കേട്ടോ. ഐ തിങ്ക് നൗ വിൽ ഗോ ഫോർ മോഡിഫിക്കേഷൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഈ നേരത്തെ പറഞ്ഞ ചാർട്ടും 30 days ടൈം ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ച് കഴിഞ്ഞ് നല്ല എഴുതിയിട്ടുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് ഹാവ് എ ലുക്ക് ഇൻ ടു ഇറ്റ്. മോഡിഫിക്കേഷൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാർജിൽ എന്തെങ്കിലും മേജർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വേരി ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് രജിസ്റ്റർ ചെയ്യണം. അതിനാണ് നമ്മൾ മോഡിഫിക്കേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ലോൺ അഡീഷണൽ ആയിട്ട് എടുക്കുന്നു അല്ലേ. ഫോർ എക്സാമ്പിൾ ആദ്യം 10 കോടി ലോൺ എടുത്തു, ചാർജ് രജിസ്റ്റർ ചെയ്തു.
അതേ പ്രോപ്പർട്ടി വെച്ചിട്ട് നിങ്ങൾ 2 കോടി കൂടി ടോപ്പ് അപ്പ് ലോൺ അപ്ലൈ ചെയ്തു. അതിപ്പോൾ 10 കോടി എന്നുള്ള ലോൺ 12 കോടിയായി. അപ്പോൾ കണ്ടോ ചാർജ് മാറിയില്ലേ? അപ്പോൾ ഓൾറെഡി വെച്ചിരിക്കുന്ന ചാർജിൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ 10 കോടിയല്ലേ ഉള്ളൂ എക്സ്പോഷർ. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം? ചാർജ് മോഡിഫൈ ചെയ്യണം. ഓക്കെ. 2% ഓഫ് ഇൻട്രസ്റ്റ് മാറും. ആദ്യം 8% പലിശക്കാണ് ലോൺ എടുത്തത്. ചെറിയ RBI റേറ്റ് മാറുന്നതനുസരിച്ച് അങ്ങോട്ടേക്കും 6.2, 8.25, 8.10 ഒക്കെ കൂടും. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ബാങ്ക് റിവൈസ് ചെയ്യാണ് നിങ്ങളെ ലോണിൻ്റെത്. മാറ്റിയിട്ട് പറഞ്ഞു 9% പലിശയായി. അപ്പോൾ കൊണ്ടോ ടേംസ് ആൻഡ് കണ്ടീഷൻ ചേഞ്ച്. ദെൻ നൗ അഗൈൻ യു ഹാവ് ടു രജിസ്റ്റർ ദ ചാർജ്. ദാറ്റ് ഈസ് മോഡിഫിക്കേഷൻ രജിസ്റ്റർ. മേജർ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വരുന്ന ചേഞ്ചസ് നിങ്ങൾ ROCയിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചാർജിന്റെ ചാർജ് ID വെച്ച് നിങ്ങൾ മോഡിഫൈ ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് മോഡിഫിക്കേഷൻ ഓഫ് ചാർജ്. ഓക്കെ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് യു ഹാവ് ടു സ്റ്റഡി. ഇവിടെ ഒരു ഏരിയ ഉണ്ട്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. വാട്ട് കോസസ് മോഡിഫിക്കേഷൻ? പോയിന്റ് നമ്പർ 1, ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് ബോറോയിങ്. ഞാൻ പറഞ്ഞല്ലോ 10 കോടി ലോൺ ഓൾറെഡി ഉണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പൈസ ആവശ്യമെന്ന് ടോപ്പ് അപ്പ് ചെയ്തു, 12 കോടിയാക്കി ആ ലോൺ, അല്ലെങ്കിൽ 15 കോടിയാക്കി. അല്ലെങ്കിൽ പൈസ ആവശ്യമില്ല, ബൾക്ക് ഒരു എമൗണ്ട് തിരിച്ചടച്ചു. 10 കോടിയിൽ അറൗണ്ട് 4 കോടി രൂപ തിരിച്ചടച്ചു. അപ്പോൾ 6 കോടിയായിട്ട് ലോൺ കുറഞ്ഞു. പക്ഷേ ബാങ്കിൽ ROCയിൽ ഇരിക്കുന്ന റെക്കോർഡ്സിൽ 10 കോടിയല്ലേ ഇപ്പോഴും അല്ലേ? അപ്പോൾ അങ്ങനെ മേജർ ആയിട്ടുള്ള ഒരു ഇൻക്രീസോ ഡിക്രീസോ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ മോഡിഫൈ ചെയ്യണം. ഓക്കെ. പിന്നെ സ്വാപ്പിംഗ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറയും. അതായത് ചിലപ്പോൾ നമ്മളിപ്പോൾ ബാങ്കിന് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ നിങ്ങളൊരു ബിൽഡിംഗ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ വേറൊരു പ്രോപ്പർട്ടി തരാം. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി റിലീസ് ചെയ്ത് മറ്റേ പ്രോപ്പർട്ടി കൊടുക്കാം. കമ്പനി സംബന്ധിച്ച് പല സ്ഥലങ്ങളിൽ പ്രോപ്പർട്ടി കാണില്ല. അങ്ങനെ സ്വാപ്പ് ചെയ്യും. പ്രോപ്പർട്ടീസ് തമ്മിൽ സ്വാപ്പ് ചെയ്യാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി മാറിയല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്ന ചാർജിൽ ചേഞ്ച് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മോഡിഫൈ ചെയ്യും. ഓക്കെ കുട്ടികളെ. അടുത്ത് മേജറായിട്ട് ബാങ്ക് റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ, പക്ഷേ ഈ ചേഞ്ച് വന്നിട്ട് ഈ ബാങ്ക് റേറ്റ് RBI മാറ്റുന്ന റേറ്റ് അല്ല, നമ്മളെ ടേംസ് ലോണിൽ എന്തെങ്കിലും മേജർ മാറ്റങ്ങൾ ഉണ്ടാണെങ്കിൽ അത് മാറ്റും. അതുപോലെ എക്സ്റ്റൻഷൻ ഓഫ് റീപേയ്മെന്റ്. 10 വർഷത്തെ EMIക്കായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അറൗണ്ട് 9 വർഷമായിട്ട് പൈസ ഒന്നും അടച്ചിരിക്കാൻ പറ്റിയില്ല. ഒരു 5 വർഷം കൂടെ ഈ ലോണിന്റെ ടെന്യൂർ മാറ്റി തരാനായിട്ട് നമ്മൾ എക്സ്റ്റെൻഡിനായിട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ ലോണിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മൊത്തം മാറും. അങ്ങനെ മേജർ ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് മേജർ ആയിട്ടുള്ള മാറ്റുമ്പോൾ കുട്ടികളെ ഓൾറെഡി രജിസ്റ്റർ ചെയ്യുന്ന ചാർജിൽ മാറ്റമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ ടൈം പീരീഡ്, നേരത്തെ പറയാം 30+30+60 ടൈം പീരീഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മോഡിഫിക്കേഷനും കൂടെ ഫയൽ ചെയ്യണം. അതിന് പ്രത്യേക ഫോമാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ, റൈറ്റ്? യെസ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ എല്ലാവരും കേട്ടോണ്ട് ഈ ചാർജിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്നതും ഗൗരവം വരുന്നതും സീരിയസ് ആവുന്നതും ഈ ഫീസ് കണ്ടുപിടിക്കുന്നതല്ല. ഒരുപ്പെട്ട എല്ലാ കുട്ടികളും. പക്ഷെ ചോദിക്കുന്നത് ചിലപ്പോൾ അതായിരിക്കത്തില്ല. എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ട് വാട്ട് ഈസ് ദ ഫീസ് എന്ന് പറഞ്ഞ് ചോദിക്കാൻ പോകുന്നില്ല അല്ലേ? അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്ന ക്രിസ്റ്റലൈസേഷൻ്റെ സാഹചര്യം, മോഡിഫിക്കേഷൻ്റെ സാഹചര്യം, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വേറൊരു ഏരിയയിലാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങോട്ടൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അതൊക്കെ എന്താണ് തലങ്ങും വിലങ്ങൊക്കെ പടമൊക്കെ വെച്ച് വരച്ചിട്ടുണ്ട്. ദറ്റ്സ് ഗുഡ്. ഫോമൊക്കെ നമുക്ക് തൊട്ട് പറയുമ്പോൾ വരാം. ആ ഫോം നോക്കാം. ഇനി നമ്മൾ ഒരു സംഭവം കൂടെ നോക്കേണ്ടത് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ്. CST7 രജിസ്റ്ററാണ്, അത് വരാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഒത്തിരി കേസ് ചെയ്തിട്ടുണ്ട്. സാറ്റിസ്ഫാക്ഷൻ എന്താണ്? സാറ്റിസ്ഫാക്ഷൻ ലോണ് മൊത്തം തിരിച്ചടയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ചാർജ് റിലീസ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാറ്റിസ്ഫാക്ഷൻ. ഈ പാർട്ട് പേയ്മെന്റ് അല്ല, മുഴുവൻ എമൗണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ 1 കോടി രൂപ ലോൺ എടുത്തു, 1 കോടി രൂപയും പലിശ സഹിതം മൊത്തം തിരിച്ചടച്ചു കഴിയുമ്പോൾ ആ അസറ്റിൽ നിന്ന് ചാർജിൽ നിന്ന് മാറ്റുന്നതിനെയാണ്, വിഡ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ്, ഫുൾ റീപേയ്മെന്റ്. അപ്പോൾ ബാങ്ക് നിങ്ങൾക്ക് ഈ അസറ്റ് ചാർജിൽ നിന്ന് റിലീസ് ചെയ്തു എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് തരും. അത് വെച്ചിട്ട് അറ്റാച്ച്മെന്റ് വെച്ചിട്ട് CSG4 എന്ന് പറയുന്ന ഫോം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചാർജ് റിലീസ് ചെയ്യുന്നു. അതിനെയാണ് കുട്ടികളെ നമ്മൾ എന്തെന്ന് പറയുന്നത്? സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ്. പക്ഷേ ഇവിടെ ടൈം പീരീഡ് മറ്റതുപോലെ അല്ല, അത് മറക്കരുത്. ഇവിടെ ബൈ ഡീഫോൾട്ട് 30 ഡേയ്സും പിന്നെ 300 ഡേയ്സും അഡീഷണൽ കേട്ടോ. ഇവിടെ അഡ്വറർ ഒന്നുമില്ല, അതുകൊണ്ട് അതുപോലെ കോപ്പി അടിച്ച് പഠിക്കരുത്. നേരത്തെ പഠിപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ക്രിയേഷനും മോഡിഫിക്കേഷനും മാത്രമേ ഉള്ളൂ 30+30 60 ഫോർമാറ്റ്. ഇവിടെ അങ്ങനെയല്ല, 30+300 ഫോർമാറ്റ് ആണ്. ഓക്കെ. 30 ഡേയ്സ് ബൈ ഡീഫോൾട്ട് നോർമൽ ഫീയും പ്ലസ് 300 ഡേയ്സ് ഒരു സമയം തരും. അഡീഷണൽ ഫീ മാത്രമേ ഉള്ളൂ. ഇവിടെ അഡ്വലറും ഫീ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാറി പഠിക്കരുത്. 330 ഡേയ്സ് അല്ല, 330 ഡേയ്സ് അല്ല കേട്ടോ, 300 ഡേയ്സ് ആണ്. 30+270 ആണ് കേട്ടോ സൗമ്യ. ആ 300 പറഞ്ഞിരിക്കുന്നതും ഫ്രം ദ ഡേറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ. സോ 30 ഡേയ്സ് വരെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ഫീ, അവിടെ കഴിഞ്ഞ അഡീഷണൽ ഫീ ഓരോ ദിവസം കൂടുന്നതനുസരിച്ച് ഫീസ് കൂടും. അങ്ങനെ 270 ദിവസം കിട്ടും. അങ്ങനെ ടോട്ടലി പറഞ്ഞാൽ 300 ഡേയ്സ്. അങ്ങനെയാണ് 30+270 ഫോർമാറ്റ് ആണ്.
കാരണം രണ്ട് ഡേറ്റും പറഞ്ഞിരിക്കുന്നു ഫ്രം ദ ഡേറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ക്ലിയർ? 30 + 270 അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ ടോട്ടൽ 3 ആണ്. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ടൈം ലിമിറ്റ് മാറിപ്പോരുത്. മറ്റതിൻ്റെ കൂടെ എഴുതി വെക്കരുത്. CSG4 ആണ് ഇവിടെ ഫയൽ ചെയ്യേണ്ടത്. ഇതിനും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. എനി ഡൗട്ട്സ് യു ക്യാൻ സ്റ്റോപ്പ് മീ, അല്ലെങ്കിൽ പഠിച്ചിട്ട്. ഇവിടെ കണ്ടോ ഫീസ് 30 days നോർമൽ ഫീ, 30 days + 270 ആണെന്നുണ്ടെങ്കിൽ 30 days നോർമൽ ഫീ, 270ക്ക് അഡീഷണൽ ഫീ. 300 കഴിഞ്ഞാൽ പിന്നെ റീജിയണൽ ഡയറക്ടറിന് നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ഫീസ് ചാർജ് ചെയ്യും, കണ്ടോണേഷൻ ഫീ. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നോർമൽ ഫീ വരും, അഡീഷണൽ ഫീ വരും, കണ്ടോണേഷൻ ഫീ വരും. ദാറ്റ് ഈസ് യു ഹാവ് ടു ഗോ ടു ദ റീജിയണൽ ഡയറക്ടർ ബൈ വേ ഓഫ് പെറ്റീഷൻ under section under the Companies Act, and of course they will charge another fee. അത് അറിഞ്ഞുകൂടാ എത്ര ഫീസ് കേട്ടോ, എത്ര ദിവസം എന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നിങ്ങൾ പൊതുവെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പെട്ടെന്ന് ഫയൽ ചെയ്യാറുണ്ട്. ചില കമ്പനികൾ വിട്ടുപോകും. കാരണം ബാങ്കിൻ്റെ റിലീസ് സർട്ടിഫിക്കറ്റ്, അസറ്റ് റിലീസ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ സാറിന് 30 daysനകത്ത് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു മടി കാണും. ഇല്ലേ, ശരിയല്ലേ? പ്രാക്ടിക്കലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു മടി കാണും നമുക്ക്. കാരണം നമ്മൾ അസറ്റ് പോകുന്നല്ലോ എന്നൊരു തോന്നൽ. റിലീസ് ചെയ്യുന്ന സന്തോഷമുള്ള കാര്യമില്ല. നമ്മൾ ലോൺ തിരിച്ചടയ്ക്കാൻ പോകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, സന്തോഷം. ലോൺ ഡോക്യുമെൻ്റ് ഒക്കെ തിരിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ പൊതുവെ ആൾക്കാർ പെട്ടെന്ന് എന്ത് ചെയ്യാറുണ്ട്, സാറ്റിസ്ഫൈ ചെയ്ത് എടുക്കാറുണ്ട്. സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴും സർട്ടിഫിക്കറ്റ് കിട്ടും. ഓരോ പ്രാവശ്യവും ക്രിയേറ്റ് ചെയ്യുമ്പോഴും സർട്ടിഫിക്കറ്റ് കിട്ടും, മോഡിഫൈ ചെയ്യുമ്പോഴും സർട്ടിഫിക്കറ്റ് കിട്ടും, സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴും സർട്ടിഫിക്കറ്റ് കിട്ടും കേട്ടോ. ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. പ്രൊസീജിയർ ആസ്പെക്ട് നമ്മൾ നോക്കുന്നില്ല, ഫോംസ് പറയാൻ നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പാറ്റിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാത്തിലും ഉള്ള പോലെ രജിസ്റ്റർ നമ്മളിപ്പോൾ കഴിഞ്ഞ 3 സെഷൻ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് പഠിച്ചു. അടുത്ത് ഇന്നലെ നമ്മൾ രജിസ്റ്റർ ഓഫ് ഡിപ്പോസിറ്റ്സ് പഠിച്ചു. അതുപോലെ ഇവിടെ രജിസ്റ്റർ ഓഫ് ചാർജ്. പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്, CSG7 എന്നാണ് ഫോർമാറ്റ്. സോ ആയിട്ട് എന്തൊക്കെ കാണും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് കാണുന്ന കാര്യം ഇതൊരു ഫോർമാറ്റ് ഉണ്ട്. സോ ആയിട്ടും എത്ര എമൗണ്ട് ലോണ്, എത്ര പലിശ, ഏത് ബാങ്ക്, എന്ന് ക്രിയേറ്റ് ചെയ്തു, എന്ന് ക്ലോസ് ചെയ്തു, എന്താണ് സെക്യൂരിറ്റി വെച്ചിരിക്കുന്നത്, അല്ലേ? ഇത്രയല്ലേ കാണത്തുള്ളൂ. സോ ആയിട്ട് കോമൺ സെൻസ് എന്തൊക്കെ കാണും എന്നിട്ട് നോക്കണോ? എന്തൊക്കെ കാണും? സോ ആയിട്ടും എത്ര എമൗണ്ട്, എത്ര പലിശ, ഏത് പ്രോപ്പർട്ടിയാണ് ചാർജിന് വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ അതുപോലെ എന്ന് ക്രിയേറ്റ് ചെയ്തു, എന്ന് മോഡിഫൈ ചെയ്തു, എന്ന് സാറ്റിസ്ഫൈ ചെയ്തു. പിന്നെ ഇത് ആരെങ്കിലും അറ്റസ്റ്റ് ചെയ്യണം. അത് കമ്പനി സെക്രട്ടറിയോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ഇല്ലാത്ത കമ്പനിയാണെങ്കിൽ ഏതെങ്കിലും ഡയറക്ടർ കോളത്തിൽ ഇനിഷ്യൽ ചെയ്യണം, അല്ലേ? ഇത് കറക്റ്റ് ഓരോ എൻട്രിയും ഇനിഷ്യൽ ചെയ്യണം. സോ ദിസ് ഈസ് എ very important instrument, and list of charges shall be preserved for ATS. Satisfaction ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു creation എനിക്ക് പെർമനന്റ് ആണ്. The list of charges shall be preserved permanently, and the instrument creating a charge or modification thereon shall be preserved for ATS from the date of satisfaction. List of charges permanent ആണ്. പക്ഷെ അതിൻ്റെ അഗ്രിമെൻ്റ് കോപ്പിയും കാര്യങ്ങളൊക്കെ 8 വർഷം വരെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. സോ ഞാൻ പറഞ്ഞു, നമ്മൾ മുകളിലൊക്കെ നോക്കി തളർന്നിഞ്ഞെത്തുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചിലപ്പോൾ രജിസ്റ്റർ ആയിരിക്കും ചോദിക്കുന്നത്. സോ make sure that you study every important areas and don't leave anything. Now I think we will close this. We'll go to the forms. So this is the list of forms. നമുക്ക് പഠിച്ചു പറയാം. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. CSG1, that is the basic form, creating or modifying charge, that is 30 plus 60 format, except for debenture. ഇനി അവിടെ നിന്ന് നേരെ ഡിബഞ്ചർ പഠിക്കണം. താഴെയാണ് ഡിബഞ്ചർ കിടക്കുന്നത്. ഓക്കെ, പഠിക്കുന്ന രീതി മനസ്സിലായില്ല. നേരെ ഡിബഞ്ചർ പഠിക്കുക. CSG9, ക്രിയേഷൻ മോഡിഫിക്കേഷൻ ഫോർ ഡിബഞ്ചർ സെക്യൂരിറ്റി. അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ചാർജ് കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റിക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യും. അതിന് യൂസ് ചെയ്യേണ്ട ഫോം CSG9. അപ്പോൾ ഇങ്ങനെ വേണം പഠിക്കാൻ, അല്ല ചുമ്മാ നമ്പർ പഠിക്കരുത്. അപ്പോൾ CSG1 പഠിച്ചാൽ നേരെ CSG9 വേണം. CSG1 അതർ ദാൻ ഡിബഞ്ചറും, CSG9 ഡിബഞ്ചറിൻ്റെ പ്രത്യേക ഫോം. ക്രിയേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടണം. അപ്പോൾ CSG2 സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അല്ലെങ്കിൽ നിങ്ങൾ മോഡിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടണം. CSG3 മോഡിഫിക്കേഷൻ. ഓക്കെ, ക്രിയേഷനോ മോഡിഫിക്കേഷനോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ CSG2 സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കിട്ടും. മോഡിഫൈ ആണെന്നുണ്ടെങ്കിൽ CSG3 സർട്ടിഫിക്കറ്റ് ഓഫ് മോഡിഫിക്കേഷൻ കിട്ടും. അടുത്ത പരിപാടി സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ള സാറ്റിസ്ഫാക്ഷൻ അറിയിക്കേണ്ട ഫോം CSG4. അപ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് കിട്ടണം CSG5.
ഓക്കെ, കമ്പനി അടച്ചു പൂട്ടുന്ന സിറ്റുവേഷൻ വരെയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡേറ്ററിന് മുമ്പിൽ വൈഡ് ആവുന്നൊക്കെ പറയും. അങ്ങനത്തെ കോംപ്ലിക്കേഷൻ സിറ്റുവേഷൻ നിങ്ങൾ റിസീവറിനെ അപ്പോയിന്റ് ചെയ്യും. എന്തെങ്കിലും റിസീവർ നിങ്ങൾ അപ്പോയിന്റ് ചെയ്ത് CST6 ROC അറിയിക്കണം. കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്റർ ഓഫ് ചാർജ് ആണ്, അതാണ് നമ്മൾ CST7. അടുത്ത് വന്നിട്ട് നിങ്ങൾ ഓൾറെഡി ഫയൽ ചെയ്ത CSG1 ക്രിയേഷനിലോ മോഡിഫിക്കേഷനിലോ സാറ്റിസ്ഫാക്ഷനിലോ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയി, എമൗണ്ടിലോ പെർസെൻറ്റേജിലോ തെറ്റ് പറ്റിപ്പോയാൽ അത് അവിടെ കിടക്കും റെക്കോർഡ്സിൽ അല്ലേ. അതായത് ഏത് കമ്പനിയുടെയും ഇൻഡെക്സ് ഓഫ് ചാർജ് പൊതുജനങ്ങൾക്ക് MCയുടെ സൈറ്റിൽ നിന്ന് നോക്കാം, ബാങ്കുകൾക്ക് എസ്പെഷ്യലി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ എമൗണ്ടും ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാണുമ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നു പോയാൽ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും ഓൾറെഡി മോഡിഫൈ ചെയ്തിട്ടുള്ളതും ഓൾറെഡി സാറ്റിസ്ഫൈഡ് ഉള്ള ഏതെങ്കിലും ഫോംസിൽ റെക്ടിഫിക്കേഷൻ വേണ്ടി വന്നാൽ, ഏതെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, മിസ്റ്റേറ്റ്മെൻറ്റോ അറിയാതൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യണം. അതിൻ്റെ ഫോമാണ്. അതിന് നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. ആ ഫോമാണ് CST8. അപ്പോൾ മൊത്തം 9 ഫോമുണ്ട്. പഠിക്കുന്ന രീതി മനസ്സിലായില്ല. പഠിക്കുമ്പോഴും പരീക്ഷയ്ക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട രീതി ഇതാണ്. ഫോമായിട്ട് പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കില്ല, ആൻസറിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോം എഴുതാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? CSG1 കഴിഞ്ഞാൽ 9, CSG1 ക്രിയേഷനോ മോഡിഫിക്കേഷനോ, അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ്, മോഡിഫൈഡ് സർട്ടിഫിക്കറ്റ്, അടുത്ത പരിപാടി സാറ്റിസ്ഫാക്ഷൻ, അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ്റെ സർട്ടിഫിക്കറ്റ്. അടുത്തത് 3 ഇവൻറ്റ്സ് ആണ്. ഒന്ന് റിസീവറിന് അപ്പോയിന്റ് ചെയ്യുന്ന കേസിനാണ് 6, കമ്പനിയിൽ മെയിൻ രജിസ്റ്റർ 7, തെറ്റ് പറ്റിപ്പോയി എന്തെങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടോ അതിൽ കറക്റ്റ് ചെയ്യാനായിട്ട് CSG സെൻട്രൽ ഗവൺമെന്റ് പരിശീലനം കൊടുക്കണം, CSG8. അപ്പോൾ നോൺ സ്റ്റോപ്പ് ക്ലാസ് ആയിരുന്നു. ചാർജ് നല്ലൊരു ഏരിയ ആണ്, മനസ്സിലായി. ഇതൊക്കെ പൊന്നുപോലെ പഠിക്കാൻ പറ്റും. you can study it like anything, but only thing is you require focus. അതാണ് ഞാൻ പറഞ്ഞത്, ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇന്നോ നാളെയോ പഠിച്ചു വയ്ക്കുക, സോ ദാറ്റ് ഇറ്റ് വിൽ സെറ്റിൽഡ്. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇതാണ്, ക്രിസ്റ്റലൈസേഷനും മോഡിഫിക്കേഷൻ ഗ്രൗണ്ട്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് സെഷൻ നിർത്താം, പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോകാം. അത് ചിലർ ചോദിക്കുന്ന സംഭവം, നിങ്ങൾ ഒരു അസറ്റ് മേടിക്കുമ്പോൾ ചാർജോടുകൂടി മേടിക്കാം, മനസ്സിലായി. നമ്മൾ ചിലപ്പോൾ ലോണോടുകൂടി ബൈക്ക് മേടിക്കത്തില്ലേ അല്ലേ, അല്ലെങ്കിൽ കാർ മേടിക്കത്തില്ലേ, വേറൊരാളുടെ കാറാണ്. ആ കാർ മേടിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഓൾറെഡി തന്നെ എന്ത് കാണും, ലോണ് കാണും. ആ ലോണോടുകൂടി മേടിക്കാം. അതുപോലെ ഇവിടെയും ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ, കമ്പനി ബൈ ചെയ്യുമ്പോൾ അതിൽ ഓൾറെഡി ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള, അപ്പോൾ അയാളുടെ പേരിലല്ല ഇരിക്കുന്നത്, ആ കമ്പനിയുടെ പേരിലല്ല. അപ്പോൾ ഈ മേടിച്ച് 30 ദിവസത്തിനകത്ത് ഇതല്ല, എന്നിട്ട് എന്ത് ചെയ്യും, മറ്റേ കമ്പനിയുടെ പേര് മാറ്റി എൻ്റെ കമ്പനിയുടെ പേരാക്കും അല്ലേ. ശരിയല്ലപ്പാ. അപ്പാ ഒരു കാറ് എയുടെ കാറാണ്, അതിൽ 10 ലക്ഷം രൂപ ലോൺ ബാക്കിയുണ്ട്. എനിക്ക് ആ കാർ ഇഷ്ടപ്പെട്ടു, പുള്ളി വിൽക്കായിട്ടിരിക്കുക. ഞാൻ പോയി ആ കാറ് ബി മേടിക്കുകയാണ് അല്ലേ. മേടിക്കുമ്പോൾ എയുടെ ആ കാറ് മേടിക്കുമ്പോൾ ആ കാറിൻ്റെ ലോണോടുകൂടി നമ്മൾ മേടിക്കണ്ടേ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അതിൽ രജിസ്റ്ററിൽ അയാളുടെ പേരിലിരിക്കുന്നത്, എയുടെ പേരിലെ ലോണിലിരിക്കുന്നത്, അത് എൻ്റെ പേരിലോട്ട് മാറ്റണ്ടേ. അപ്പോൾ മാറ്റാനായിട്ട് 30 ഡേയ്സ് ഇവിടെ നമുക്ക് നിങ്ങൾ ചാർജ് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് ആയിട്ട് മേടിക്കുന്ന ദിവസം കണ്ടാൽ മതി. അവിടെ നിന്ന് 30+30+60 ഫോർമാറ്റിൽ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫോമൊക്കെ ഒന്ന് പഠിച്ചു പറയാം. ഓക്കെ.